കുറിച്ച് ഇപ്പോഴല്ലേ ഗ്രൂപ്പിൽ വന്നത്? സാരമില്ല. എത്ര പേര് വന്നു ലൈവില്? മെസ്സേജ് തരൂ. ഇന്ന് മാല ഇട്ടിരിക്കുന്നത് മോഹൻദാസ് പൂരുരുട്ടാതി. മോഹൻദാസ് പൂരുരുട്ടാതി ലൈവിലുണ്ടോ? അറിയില്ല ഉണ്ടോന്ന്. മോഹൻദാസ് പൂരുരുട്ടാതിയുടെ പേരിലാണ് ഡിസംബർ 23 ഇട്ടിരിക്കുന്നത്, ഹാരമിട്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ സത്യാമേ. എങ്ങനെയുണ്ട് ദിവ്യ മാതാജി നമ്മുടെ മഞ്ജരീസിൻ്റെ റൂമിൻ്റെ ഫെസിലിറ്റീസ്, ഹോസ്പിറ്റാലിറ്റി, നീറ്റ് ക്ലീൻ? അതേക്കുറിച്ചൊക്കെ ഒരു റിവ്യൂ ഞങ്ങൾക്ക് വേണ്ടി ടൈപ്പ് ചെയ്തിട്ട് തരൂ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഏകാദശി ആശംസകൾ. ഞാൻ കുറച്ച് നല്ല എന്താ പറയുക, ഹാപ്പിയാണ് നിങ്ങളുടെ കമൻസ് വായിക്കുമ്പോൾ. കാരണം ക്ലാസ്സിലേക്ക് സത്യം പറഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. വേറൊന്നുമല്ല, നോക്കണം ദീപ മാതാജി, ഓരോരുത്തരുടെ ഓരോ ഡേറ്റിന് ഇട്ടിരിക്കല്ലേ. ഇങ്ങനെ ഡേറ്റിൽ ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചുകൊണ്ട് എനിക്ക് ആരുടെയൊക്കെ ഏതൊക്കെ പേരിലാണ് എന്നൊന്നും ഓർമ്മയുണ്ടാവില്ല. ഓരോ ദിവസവും അങ്ങനെ വായിച്ചു പോവും, ഇട്ടിട്ട് പോവും. ഭഗവാനോട് പറയും ഇന്ന ദിവസം ഇന്ന ആളാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറയും. അങ്ങനെയൊക്കെ തന്നെ. തുളസിമാലയുടെ കാര്യം എന്ന് പറഞ്ഞാൽ 2-3 ടൈപ്പ് തുളസി കിട്ടാനുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ തുളസിക്ക് മാത്രം നല്ല ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത്, മീൻസ് എല്ലാ ഡേറ്റും നല്ലതാണ്, അങ്ങനെയല്ല, ഡേറ്റ് ഫിക്സ് ചെയ്ത് അവരുടെ അടുത്ത് ഒരു 3 ദിവസം മുമ്പേ പറഞ്ഞു വെക്കണം. അപ്പോഴാണ് ആ കുട്ടി തുളസി കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് മാല കെട്ടുന്നത്. നമുക്കങ്ങനെ ഈസി ആയിട്ട് പെട്ടെന്ന് തുളസി മാല കിട്ടില്ല. പക്ഷേ തുളസി പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. എനിക്ക് 1-2 തുളസിയുടെ ഹാരം ബുക്കിംഗ് ഉണ്ട്. നമ്മുടെ നോർമൽ മാലയേക്കാൾ കുറച്ചുകൂടെ അവർ റേറ്റ് വാങ്ങുന്നുണ്ട്, കാരണം ലേബർ ചാർജ് കൂടുതലാണെന്നും പറഞ്ഞിട്ട്. എന്നാലും കുഴപ്പമില്ല, തുളസി വളരെ നല്ലതാണ്. എൻ്റെ വലിയ ആഗ്രഹമാണ്, ഇല്ല മോനെ 90 ഉണ്ട്, ഒരു മാസം മുഴുവൻ തുളസിയുടെ ഹാരം ഭഗവാൻ അണിഞ്ഞു കൊടുക്കണം എന്നുള്ളത്. നോക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം വരുമായിരിക്കും അല്ലേ. അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും എല്ലാ ദിവസവും ഭഗവാന് തുളസിമാല. ഞാൻ അതിനുവേണ്ടി പെൻഡിങ് വെച്ച് നിൽക്കുകയാണ്. നോക്കട്ടെ, ഏതെങ്കിലും ഒരു മാസം നമ്മൾ അങ്ങനെ എടുത്ത് തുളസിമാല അണിയും. അപ്പം എന്താ ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ നമ്മുടെ മഞ്ജരീസിൻ്റെ ക്ലാസ്സുകൾ, മഞ്ജരീസ് കോൺടാക്ട് നമ്പർ എല്ലാവർക്കും അറിയാലോ, 9342494941, 93 42 49 49 41, 93 42 49 49 41. ഇതാണ് ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, വല്ല ബുക്സോ കാര്യങ്ങളോ വേണം, റൂം ബുക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വിളിക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. കഴിയുന്നതും പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതിനേക്കാൾ നല്ലത് വാട്സപ്പിലൊരു മെസ്സേജ് ഇടുന്നതാണ്. ഒമാൻ പാരണ ടൈമൊക്കെ നമുക്കിപ്പോൾ കിട്ടും. നമ്മുടെ മീഡിയ പാർട്ട്ണർ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ നമ്മുടെ പേജിൽ വരും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് അയക്കാനുള്ള സാധനങ്ങളെല്ലാം കുറേയൊക്കെ നമ്മൾ അയച്ചു. ഇന്നും നാളെയായിട്ട് ബാക്കിയും കൂടെ അയക്കും. ഒത്തിരി പോസ്റ്റ് ഓഫീസിൽ കൊടുത്ത് ഏൽപ്പിച്ചതുകൊണ്ട് അവരിങ്ങനെ കുറച്ചായിട്ടാണ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചില ആളുകൾക്ക് അയച്ചിട്ടും കിട്ടാതെയുണ്ട്. വിഷമിക്കേണ്ട, കിട്ടും. കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയോ, ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഇവിടുന്ന് പാക്ക് ചെയ്തയക്കും. അങ്ങനെ നിങ്ങൾക്ക് 2 പ്രാവശ്യം വന്നു പോകും. അപ്പോൾ അത് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വെയിറ്റ് ചെയ്യൂ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. സൈന ചേച്ചി മൊമാനിലാണോ? പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, അതിപ്പം നിങ്ങളോട് ഷെയർ ചെയ്യണമല്ലോ. നമ്മുടെ ക്ലാസ് പൊതുവേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഇൻട്രാക്ഷൻ ടൈം എടുക്കുന്നുണ്ട് അല്ലേ. ഒരു 5-10 മിനിറ്റ് നമ്മൾ കുറേ വീട്ടുവിശേഷങ്ങൾ, സന്തോഷങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ, തമാശകൾ, ഇതൊക്കെ പറഞ്ഞ്, എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, വേണമെങ്കിൽ എനിക്ക് വന്നിരുന്ന് ഒരു കീർത്തനം ഇട്ട് നേരെ നമ്മുടെ ഗീതയുടെ 2 ശ്ലോകം ചൊല്ലിക്കൊണ്ട് അങ്ങനെ തന്നെ ഗീതയുടെ അർത്ഥവും പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഗീതയെ തീർക്കാൻ പാകത്തിൽ എനിക്ക് ക്ലാസ് എടുത്തിട്ട് പോകാം.
പക്ഷേ എന്തോ എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം അങ്ങനെ ഒരു സ്കൂൾ സ്റ്റുഡൻസിനെ പോലെ കോളേജ് സ്റ്റുഡൻസിനെ പോലെ വന്നിരുന്ന് ക്ലാസ് എടുത്ത് പോകുമ്പം എന്തോ അത് ഒരു നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ വല്ലാതെ അത് അകൽച്ചയോടുകൂടി നിർത്തുന്ന ഒരു ഫീല്. അങ്ങനെ ഒരു താല്പര്യം എനിക്കില്ല. അതുകൊണ്ട് നമ്മൾ കുറേ കളിയും ചിരിയും എന്താ പറയുക. താങ്ക് യു ദിവ്യ മാതാജി. ദിവ്യ മാതാജി നല്ലൊരു റിവ്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഫുഡ് കൊടുക്കുന്നതിൽ കൂടണമെങ്കിൽ മഞ്ജരീസിൻ്റെ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തരിക, നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഗീത പഠിക്കണം എന്നുള്ളത് എൻ്റെ വളരെയധികം അത്യാവശ്യമാണ്. നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പൂർണ്ണയായ ഒരു എന്താ പറയുക എല്ലാം തികഞ്ഞൊരു വ്യക്തിയല്ല. കാരണം ഞാനും നിങ്ങളെപ്പോലെ ഒരു വിദ്യാർത്ഥിയാണ്. നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്കും പഠിക്കാൻ സാധിക്കുന്നു. നമ്മൾ ഈ സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളും സ്വയം പഠിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരുപോലെ ഇരുന്നാണ് ഗീത പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പി ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലൂടെ എനിക്കും പഠിക്കാൻ പറ്റുന്നുണ്ട്, എന്നിലൂടെ നിങ്ങൾക്കും പഠിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കാരുണ്യം മുഴുവൻ നമുക്ക് കിച്ചൂട്ടൻ്റെയും ശ്രീമതി രാധാറാണിൻ്റെയും അനുഗ്രഹമാണ്. താങ്ക് യു ദിവ്യ. ഞാൻ അഡ്രസ്സ് തരാം, അതിലും അവർക്കൊന്ന് അയച്ചു കൊടുക്കൂ കേട്ടോ. അതെ, ഇന്ന് നമ്മുടെ ദിവ്യ മാതാജിയുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ, അഷ്ടൈശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ദിവ്യ മാതാജി അമ്മ. ഹരികൃഷ്ണ അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചെല്ലാനം ക്ഷേത്രത്തിൽ വെച്ചിട്ട്. ഒരുപാട് സന്തോഷം. ഇന്ന് വൈകുണ്ഠ ഏകാദശിയാണ്, അപ്പോൾ എല്ലാവരും ഏകാദശി എടുക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പം നമ്മളുടെ ഗീതാ ക്ലാസ്സിനെ കുറിച്ചൊരു റിവ്യൂ എനിക്ക് വളരെ നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. പൊതുവെ ഗീത മാത്രമല്ല മഹാഭാരതവും. കാരണം എനിക്ക് നിങ്ങളോട് കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും ക്ലാസ് എടുക്കാനാണ് എനിക്കിഷ്ടം. അല്ലാതെ ഒരു സ്ട്രോങ് ആയിട്ട് ഇവിടെ ഇങ്ങനെ മസിൽ പിടിച്ചിരുന്നിട്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ തീരെ ഇഷ്ടമില്ല. അങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട, ക്ഷമിക്കണം. അങ്ങനെ ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നാണ്, മനസ്സിലായില്ലേ? നമ്മളെല്ലാവരും ഒന്നാണ്. നിങ്ങൾക്ക് എന്ത് കാര്യവും എൻ്റെ അടുത്ത് തുറന്ന് സംസാരിക്കാം, എന്ത് കാര്യവും എന്തും നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം. അതിനൊരു വേദിയാണ് ഗുരുവായൂർ മഞ്ജരീസ് എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ ഞാൻ വർക്കിലാവുന്ന സമയത്താണ് എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത്. ആ സമയങ്ങളിൽ നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് എന്താ പറയുക, ഉറപ്പായിട്ടും രമേശ് പ്രഭു ധൈര്യമായിട്ടിരിക്കൂ, കിട്ടും. അപ്പം എനിക്ക് വർക്കോ കാര്യങ്ങളാണെങ്കിൽ അറിയാലോ, ഡബ്ബിങ് ടൈമൊക്കെ എനിക്കങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ സ്റ്റുഡിയോയിൽ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഫോൺ അറ്റൻഡ് ചെയ്യാറുണ്ട്. കാരണം ഫുൾ ക്ലോസ്ഡ് ആയിരിക്കുന്ന ഒരു സ്റ്റുഡിയോൻ്റെ അകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഡബ് ചെയ്യുന്നത്. നമ്മുടെ ശ്വാസം പോലും, ആ ഒരു ശബ്ദം പോലും റെക്കോർഡ് ചെയ്യപ്പെടും. അപ്പം അതുകൊണ്ട് അത്രയും ക്ലാരിറ്റി വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഡബ്ബിങ് ടൈമിലൊക്കെ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത്. പിന്നെ അന്നദാനം സമയം അറിയാലോ നിങ്ങൾക്ക്, അന്നദാനത്തിൻ്റെ സമയത്ത് കഴിയുന്നതും കോൾസ് അവോയ്ഡ് ചെയ്യുക. കാരണം ഞാൻ 2 വീലറിലാണ് പോകുന്നത്, കുറച്ച് റിസ്ക് ആണ് 2 വീലറിൽ. എന്നാലും ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് മാക്സിമം ഞാൻ കോൾസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അന്നദാനം ലൈവാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ദയവായി ആ സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മുടെ മഞ്ജരീസ് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ കളിയും ചിരിയും തമാശയുമായിട്ട് ചേച്ചിയും അമ്മമാരും ചേട്ടന്മാരും അച്ഛന്മാരും ഒക്കെ ആയിട്ട് നമ്മൾ പരസ്പരം സ്നേഹിച്ചും പരസ്പരം എന്താ പറയുക ബഹുമാനിച്ചും പരസ്പരം ഉൾക്കൊണ്ടും കൊണ്ടാണ് മഞ്ജരീസ് കുടുംബം മുന്നോട്ട് പോകുന്നത്. ആർക്കെങ്കിലും ഒരു എമർജൻസി ആവശ്യം വന്നാൽ ഒരുമിച്ച് കൈകോർക്കാൻ മഞ്ജരീസ് കുടുംബം ഒരിക്കലും മറക്കാറില്ല. ഇതേപോലെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ഒരു എന്താ പറയുക ഒരു ഡിവോഷണൽ പേജ് എന്നുള്ളതിനോട് എനിക്കൊരു വലിയൊരു താല്പര്യം എനിക്കില്ല. കാരണം ഡിവോഷണൽ പേജ് എന്ന് പറയുമ്പം പൊതുവേ ഭക്തി ആത്മീയത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ബോറടിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? എല്ലാവർക്കും ബോറടിക്കുന്ന ഒരു കാര്യമാണ് ഭക്തി ആത്മീയത. ഇഷ്ടമാണ്, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നമ്മൾക്ക് ഓവർകം ചെയ്യാൻ ഭക്തി വേണം എന്നുള്ള ഒരു ഭയം, ഭഗവാനോടുള്ള ഭയം, അതുകൊണ്ട് നമ്മൾക്ക് ഭക്തി ഇഷ്ടമാണ്, ആത്മീയത ഇഷ്ടമാണ്. അതർവൈസ് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ പരിശീലിക്കേണ്ട ഒരു കാര്യമല്ല ഭക്തി അല്ലെങ്കിൽ ആത്മീയത. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു ആത്മീയതയും ഭക്തിയും നമുക്ക് വേണ്ട. നമ്മൾ നമ്മളായി ഇരുന്നു കൊണ്ട് ഈശ്വരനെ പൂജിക്കുക, പ്രാർത്ഥിക്കുക, ജപിക്കുക. നമ്മൾ നമ്മളെപ്പോലെ ജീവിച്ച് ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൽ കള്ളത്തരമില്ല. ക്ലിയർ? അല്ലാതെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം ഉള്ളിലൊതുക്കി ഇപ്പം എനിക്ക് നന്നായി വസ്ത്രം ഇടണം, അല്ലെങ്കിൽ എനിക്ക് നന്നായി ഒന്ന് മേക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ടൊന്ന് പാട്ട് പാടണം, അല്ലെങ്കിൽ ഞാൻ കുറേ ചിലപല സംസാരിക്കുന്ന ഒരാളാണ്, ഇപ്പം മാതാജിയുടെ അടുത്ത് വരുമ്പോൾ എങ്ങനെയാണ് ഞാൻ അങ്ങനെ മിണ്ടാതിരിക്കുന്നത്? അന്ന് ഒരു മിനിറ്റ് കേട്ടോ, ഒരു ഇമ്പോർട്ടൻറ്റ് കോളാണേ.
ഹലോ. ആ പറയൂ സർ. ആ ഓക്കെ. ഇന്നാണോ സർ വരുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ. ആ സർ സോറി, എനിക്ക് ഇന്നലെ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റിയില്ല. സർ ഡു വൺ തിങ്, ഞാനിപ്പോൾ ഒരു നമ്പർ സാറിന് തരാം. ആ നമ്പർ ഒന്ന് സാർ നോട്ട് ചെയ്യാമോ? ഒരു മിനിറ്റ്. ബിന്ദു അമ്മ, സാർ ഒരു നമ്പർ പറഞ്ഞു തരാം. ആ നമ്പറിൽ വിളിച്ചിട്ട് സാറ് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ മഞ്ജരീസ് എന്ന് പറഞ്ഞിട്ടാണെന്ന് പറയണം. അതെൻ്റെ സാറിൻ്റെ നമ്പറാണ്. അതിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും റൂം അലൗട്ട് ചെയ്യും. ഓൾമോസ്റ്റ് നമുക്കിന്ന് ഫുള്ളാണ് റൂംസ്. സാർ എന്നാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഒരമ്മ ഇപ്പോൾ സാറിന് നമ്പർ പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിരുന്നു കൊണ്ട് ഭക്തി പ്രാക്ടീസ് ചെയ്യാം. ക്ലിയർ? അല്ലാതെ നമ്മുടെ ആഗ്രഹങ്ങളെയും സന്തോഷങ്ങളെയും പ്രതീക്ഷകളെയും കളികളെയും ചിരികളെയും തമാശകളെയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഒരു വേറിട്ടൊരു വ്യക്തിത്വങ്ങളായി ജീവിക്കുന്നതിനോട് എന്തോ എനിക്ക് ഒരു താല്പര്യമില്ല. അത് നമ്മൾ ചെയ്യുന്നൊരു വലിയൊരു കളവാണ്. അങ്ങനെ വേണ്ട. നമ്മുടെ ഈ ചെറിയ ഏജ്, കാലാകാലം നമ്മൾ ചെറിയ ഏജിൽ തന്നെയാണ്. 50 ആയാലും 60 ആയാലും 70 ആയാലും 80 ആയാലും എന്താ പറയുക 100 ആയാലും 30 ആയാലും 20 ആയാലും ഒക്കെ നമ്മൾ നിത്യ യൗവനമാണ്. കാരണം യൗവനം എന്ന് പറയുന്നത് മനസ്സിനാണ്, ശരീരത്തിനല്ല. മനസ്സിലായില്ലേ? അപ്പം ആ മനസ്സിലെ യൗവനത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും കഥ പറഞ്ഞും എന്താ പറയുക വളരെ രസകരമായിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് പോകണം. എനിക്ക് മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഹരേ കൃഷ്ണ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങളെ പിടിച്ചിരുത്തി പഠിപ്പിച്ച് വിടാൻ നെവർ എവർ. ഞാനത് ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. എപ്പോഴും കളിച്ചും ചിരിച്ചും ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ, തമാശ പറയാനും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പോകുന്നല്ലേ നല്ലത്. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം വളരെയധികം ഉണ്ട്. വൈകാതെ ഞാനൊരു സൂം സെഷൻ വെക്കും. എനിക്ക് നിങ്ങളെല്ലാവരെയും കാണണം സൂമിൽ. ഇന്നും നാളെയൊക്കെ നല്ല തിരക്കാം മാതാജി. നമുക്ക് 2 ഹോട്ടലും ഫുള്ളാണ്. നമുക്ക് 2 ഹോട്ടലുണ്ട് മഞ്ജരീസിന്, 2ഉം ഫുള്ളാണ്. അപ്പം അങ്ങനെ സൂം വെച്ചിട്ട് എനിക്ക് നിങ്ങളെല്ലാവരെയും കാണണം. ഓക്കെ? ഇത്രയും സമാധാനമുള്ള ലൈവ് വേറെ ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി. താങ്ക് യു ശ്രീലത ചേച്ചി. ചേച്ചിയാണോ അനിയത്തിയാണോ അമ്മയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ക്ഷമിക്കണം. എന്തായാലും നമ്മൾ എല്ലാവരും ഒന്നാണ്. നിങ്ങളെല്ലാവരും ഗുരുവായൂർ മഞ്ജരീസ് ഗെറ്റ് ടുഗദറിന് വരിക. നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ എന്ന പോലെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഓക്കെ? അപ്പോൾ ഒരു റൂമിൽ ബിന്ദുമ്മ ഒന്ന് കാൽക്കുലേറ്റർ എടുക്കും. നമുക്ക് ഒരു റൂമിൽ നമ്മൾക്ക് മാക്സിമം ഒരു 3 പേർക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ, ബിന്ദുമ്മ റോക്സ് വേറെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നോക്കട്ടെ, നിങ്ങൾക്ക് അതിനൊരു പാക്കേജ് ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം എത്രയാവും ഒരാൾക്ക് എന്നുള്ളത്. നമ്മൾ ഒരു ദിവസം നിന്നാൽ മതി. എവിടെയാണ് കൊണ്ടുവച്ച് കാൽക്കുലേറ്റർ? കളഞ്ഞാ? ഇനി തപ്പണ്ട, ഞാൻ തപ്പിക്കോളാം, വിട്ടേക്കൂ. നമുക്കൊരു 700 രൂപ ഒരാൾക്ക് എങ്കിൽ റൂമിന് ഓൾമോസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ്ലി എമൗണ്ട് ആണ് കേട്ടോ. താങ്ക് യു മാഡം. ഒരു കറക്റ്റായിട്ടുള്ളൊരു എമൗണ്ട് അല്ല, ഞാൻ പറയുകയാണ്. ഒരു AC റൂമിൽ ഒരാൾക്ക് 700 രൂപയാണെങ്കിൽ 3 പേര് ഒരു റൂം ഷെയർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 700 രൂപയാണെങ്കിൽ ഫുഡ് നമ്മൾക്ക് ഒരാൾക്ക് ഒരു 100 റുപ്പീസ് വരില്ലേ? രാവിലെയും ഉച്ചയ്ക്ക് വൈകിട്ട് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു 100 രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ 300 രൂപ. അപ്പോൾ ഒരു 1000 റുപ്പീസ് എനിക്ക് തോന്നുന്നു 3 നേരത്തെ ഭക്ഷണവും റൂമും. ഇത് ഒരു കറക്റ്റ് ഫിഗർ അല്ല, ഞാൻ പറയാണ്, ഇതിൽ കുറയാനേ ചാൻസ് ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ ഒരു 1000-1500 രൂപ വെച്ച് ഒരാൾ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഫുഡിൻ്റെ ബില്ല് നമുക്ക് ഒരുമിച്ച് പേ ചെയ്യാം. ഹോട്ടലിൽ നമുക്ക് ഒരുമിച്ച് തന്നെ ബില്ല് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ ഫുഡിൻ്റെ ബില്ല് പേ ചെയ്യാം. അതുപോലെ റൂമിൻ്റെ ബില്ലും നമുക്കൊരു ഇപ്പോൾ ഒരു 1000 രൂപയുടെ റൂമാണെങ്കിൽ 3 പേരാണ് ആ റൂമിൽ താമസിക്കുന്നതെങ്കിൽ 333 രൂപ വരും. അങ്ങനെ നമുക്ക് ഷെയർ ചെയ്തിട്ട് എല്ലാവരും വരും, ഷെയർ ചെയ്തിട്ട് നമുക്ക് അവിടെ ഹോട്ടലിൽ അങ്ങനെ പേ ചെയ്യാം. ലാസ്റ്റ് നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഹോട്ടലിലേക്കുള്ളത് ഹോട്ടലിലേക്കും
ഫുഡിനും നമുക്ക് പേ ചെയ്ത് പോവാം. പിന്നെ മേലെ നമുക്ക് ഒരു ഹാള് പറഞ്ഞിട്ടുണ്ട്. അത് ചോദിക്കാം സാറിനോട്. സാർ ഞങ്ങൾ പാവങ്ങളല്ലേ, ഞങ്ങൾക്ക് ആ ഹാള് ഫ്രീ ആക്കി തരുമോ എന്ന് ചോദിക്കാം. സാറ് ഇന്നും നാളെയൊക്കെ ബിസിയാണ്, നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വരാമല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടാം. അപ്പം നമുക്കൊരു 1500 ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ലാവിഷായിട്ട് തന്നെ അല്ലേ, വളരെ ലാവിഷായിട്ട് കൂടാം. പിന്നെ ടീ കോഫി നമുക്ക് അവിടെ തന്നെ ഇടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ബാത്റൂമിൽ ചൂടുവെള്ളമൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഒരു ദിവസം രാവിലെ വരുന്നു, നമ്മൾ നെക്സ്റ്റ് ഡേ രാവിലെ ചെക്കൗട്ട് ചെയ്യുന്നു. ഗുരുവായൂർ ദർശനം എടുക്കാം. ഇനി ആ ഒരു ടൈം ഏതെങ്കിലും ലേഡീസിന് പീരീഡ്സ് ടൈം ആണ് എങ്കിൽ അവർ റൂമിലിരിക്കട്ടെ അല്ലേ, റൂമിലിരിക്കട്ടെ. നമുക്ക് അന്ന് രാത്രി അത്താഴ ശീവേലി ഒക്കെ കണ്ടു തൊഴുത്, ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുത്, കളിച്ചും ചിരിച്ചും. കണ്ട സിന്ധു ശിവസൂര്യ ആർട്ടിസ്റ്റ്. ഒരു മിനിറ്റ് കേട്ടോ, നമ്മുടെ ആർട്ടിസ്റ്റ് ശിവസൂര്യ ചേട്ടൻ വിളിക്കുന്നുണ്ട്. ആരാന്നറിയാലോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞുതരാം. മാനസി സീരിയൽ അറിയില്ലേ? മാനസി സീരിയൽ, അതിലെ അനുമോളിനെ അറിയില്ലേ നിങ്ങൾക്ക്? അനുമോളിലും അനുമോളുടെ കെട്ടിയവനും കൂടി എന്നെ ഇപ്പോൾ വീഡിയോ കോൾ വിളിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ എന്താ പറയുക, കൂടുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെയല്ലേ, ഗുരുവായൂർ വെച്ചിട്ട് ഗെറ്റ് ടുഗദർ ഗുരുവായൂർ വെച്ചിട്ട്. അപ്പോൾ ഒരു 1500 എന്ന് പറയുന്നത് കൂടുതലാണ് നമുക്ക്. അഥവാ ഹാളിന് സാർ പൈസ ചോദിക്കുകയാണെങ്കിൽ മാത്രമേ 1500. ഹാളിന് പൈസ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ട്. അത് ഞാൻ ഒന്ന് കാല് പിടിച്ച് നോക്കാം. സാർ പ്ലീസ് സാർ, ഞങ്ങളൊരു പാവങ്ങളാണ് സാർ, ഞങ്ങൾക്ക് ഹാളിന് പൈസ വേണ്ട സാർ, ഞങ്ങൾക്കൊന്ന് ഫ്രീ ആക്കി തരൂ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ പറഞ്ഞാൽ ചിലപ്പോൾ സാറ് നമുക്ക് ഫ്രീ ആക്കി തന്നാലോ അല്ലേ? ഒരു മിനിറ്റ് കേട്ടോ, അവർ രാവിലെയും വിളിച്ചു. അപ്പോൾ എന്തോ അത്യാവശ്യം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് ജാനുവരിയിൽ തന്നെ നമുക്കൊരു ജാനുവരി എന്തോന്ന് മനുഷ്യ, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഹലോ ചേട്ടാ, ഞാൻ അമ്പിളിയാ. ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ? അത്യാവശ്യമുണ്ടോ? അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് മെയ് ജൂണ് എനിക്ക് തോന്നുന്നില്ല, കാരണം അത്രയും ഡേറ്റ് അങ്ങോട്ട് ഡിലേ ആയി പോവല്ലേ. നമുക്ക് ജാനുവരി ഒരു 14, 15 ആ ഡേറ്റിന് എങ്ങനെയുണ്ട്? താങ്ക് യു രതി മാതാജി. 14, 15 ജാനുവരിയിൽ ഒരു സാറ്റർഡേ സൺഡേ ഒക്കെയാണ്. അപ്പം ആ ഒരു ഡേറ്റ് ഒക്കെ ആണെങ്കിൽ നോക്കിയിട്ട് എല്ലാവരും കൂടി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് അതിനൊരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വരുന്നവരെല്ലാവരും കൂടെ എത്തുകയാണെങ്കിൽ ഒരു സാറ്റർഡേ സൺഡേ ആണ്. നമസ്തേ ധന്യ, നമുക്ക് മീറ്റ് ചെയ്യാം. ആലോചിച്ചിട്ട് പറയൂ, വരാൻ പറ്റുന്നവരൊക്കെ വരൂ. കുറച്ച് കളിയും ചിരിയും തമാശയുമായിട്ട് നമുക്കവിടെ കൂടാം. അന്നായിരിക്കും ശരിക്കും പറഞ്ഞാൽ മഞ്ജരീസിലെ എല്ലാവർക്കും ഏകാദശി അല്ലേ? ഓ ഓഫ് കോഴ്സ്, സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആണെങ്കിലും കുഴപ്പമില്ല. എന്നാൽ സെക്കൻഡ് സാറ്റർഡേ വരുന്ന നോക്കട്ടെ. സെക്കൻഡ് സാറ്റർഡേ വരുന്നത് 14th സെക്കൻഡ് സാറ്റർഡേ ആണ്, ജാനുവരി 14th. ജെൻസിനും വരാം, ലേഡീസ് മാത്രമല്ല ജെൻസിനും വരാം കേട്ടോ. നമുക്ക് 1000 മുതൽ റൂംസ് അവൈലബിൾ ആണ്. 1800 എനിക്കറിയില്ല. 1000, 1200, 1500, 1800, 2000, 2500, 2800 അങ്ങനെ പോകുന്നു. ഗിരിജ മാതാജി എനിക്ക് മെസ്സേജ് ഇടൂ, ഞാൻ ഗ്രൂപ്പിലുണ്ടോ നോക്കാം. അതെ, ദിവ്യ മാതാജിക്ക് എല്ലാവരും ജനുവരി 1 ആകുമ്പോൾ വരുന്നവർ ലിസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് റൂം അലൗട്ട് ചെയ്യാൻ പറ്റും. 5 ബെഡ് ആണെങ്കിൽ 5 ബെഡിന് 5 പേരാകുമ്പോൾ നിങ്ങൾ 5 പേര് ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ റൂമിൻ്റെ റെൻറ്റ് കൊടുക്കുക. 3 പേര് കിടക്കുന്ന റൂമിൻ്റെ റെൻറ്റ് നിങ്ങൾ 3 പേര് ഷെയർ ചെയ്തിട്ട് അവിടെ റിസപ്ഷനിൽ കൊടുക്കുക. അങ്ങനെ നിങ്ങൾ തന്നെ ഡയറക്റ്റ് പേ ചെയ്തോളൂ.
കാരണം ഞാൻ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് ഇനി അതിൻ്റെ ഒരു കണക്ക് ഞാൻ എഴുതി വെച്ച് അതിനേക്കാൾ ബെസ്റ്റ് അല്ലേ നമ്മൾ ഡയറക്റ്റ് അതാത് റൂമുകളുടെ പേ ചെയ്ത് പോകുന്നത്. അപ്പോൾ അവർക്കും ഈസി ആവും കാൽക്കുലേറ്റ് ചെയ്യാൻ. അതല്ലേ നല്ലത്. ഈ പറയുന്ന ജാനുവരി 14th സെക്കൻഡ് സാറ്റർഡേ ആണ്. സോറി 13th, ക്ഷമിക്കണം, 14th അല്ല 13th, 13-ാം തീയതി. 13 സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്താലോ 13? കാരണം ഞാൻ എന്താണെന്നറിയോ അത് ചോദിക്കാൻ കാരണം, ചെയ്യാം വിജയമാതാജി, എനിക്ക് ആ ടൈം ആകുമ്പോൾ എന്തെങ്കിലും ഷൂട്ടോ ഡബ്ബിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അതൊന്ന് സ്കിപ്പ് ചെയ്യണം. കാരണം ഞാനിവിടെ ചെന്നൈയിലായതുകൊണ്ട് 13-ന് ഞാൻ അവിടെ എത്തണമെങ്കിൽ 12-ന് ഞാൻ ഇവിടുന്ന് കയറണം. അപ്പോൾ എനിക്ക് ഇനിയിപ്പം ഡേറ്റ് ഇല്ല. കാരണം ഇന്നിപ്പോൾ 23-ആയി. അപ്പം ആ ഡേറ്റിലേക്ക് ഞാൻ ഇപ്പോഴേ ഇവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്താലേ ഏതെങ്കിലും ബംഗാളീസ് ഉള്ള ധൻബാദ് ഒക്കെ വണ്ടി കിട്ടാതിരിക്കത്തുള്ളൂ. പിന്നെ ധൻബാദ് പോലത്തെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീണ്ടും വയലൻസ് ആവും. അപ്പം അത് കാരണം അതൊരു പ്രശ്നമാണ്. ദേവദാസ് പ്രഭു ലളിതമാണ്, ഇല്ലാന്നല്ല, നമ്മളെല്ലാവരും ലളിത ജീവിത രീതി നയിക്കുന്നവർ തന്നെ എന്ന് കരുതി നമ്മൾ ഒത്തിരി അങ്ങോട്ടേക്ക് എന്താ പറയുക ഡൗൺ ടു എർത്ത് പോകേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പം നമ്മുടെ മഞ്ചരീസിൻ്റെ തന്നെ ഹോട്ടലാണത്. അപ്പോൾ അവിടെ നമ്മൾക്ക് ഒരു ഫ്രീഡം ഉണ്ട്. ഈ പറയുന്ന മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് ഫ്രീഡം ഇല്ല. പിന്നെ ഒരു മണ്ഡപം പോലത്തെ സ്ഥലം എടുത്ത് മണ്ഡപത്തിൽ പോയിരുന്ന് ഒരു സത്സംഗം നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ അല്ല നമ്മൾ മഞ്ചരീസിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ വെക്കുന്നത്. എല്ലാവർക്കും അതിൻ്റെതായ ഒരു സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഈ പറയുന്ന ഒരു കല്യാണ മണ്ഡപം അല്ലെങ്കിൽ ഒരു സത്സംഗം ഇതൊക്കെ നമ്മളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങൾ മുതൽ നമ്മുടെ ഈ പേജ് വരേക്കും അവൈലബിൾ ആണ്. മനസ്സിലായില്ലേ? പക്ഷേ പല വീടുകളിലും മിക്ക സ്ത്രീകളും പുരുഷന്മാരും ഒരു കെട്ടിയിട്ട ഒന്ന് ചിരിക്കാൻ പോലും പറ്റാതെ, അല്ലെങ്കിൽ അവർക്കൊന്ന് മനസ്സ് തുറന്ന് കളിച്ച് ചിരിച്ച് തമാശകൾ പറഞ്ഞ് പറ്റാത്തൊരവസ്ഥയാണ് ദേവദാസ് പ്രഭു. അപ്പം ഞാൻ കരുതി ഇതൊരു നല്ല ഓപ്ഷനാണ്. അങ്ങയുടെ അഭിപ്രായം ഞാൻ മാനിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു നല്ല ഓപ്ഷനാണെന്ന്. നമുക്ക് മഞ്ചരീസിൻ്റെയാണിത്. അങ്ങേക്ക് അറിയാത്തതുകൊണ്ടാണ്. അങ്ങ് ഡെങ്കു ഫീവറൊക്കെ പിടിച്ച് സൈഡായില്ലേ? ഞങ്ങളിവിടെ പ്രാർത്ഥനയായിരുന്നു അങ്ങ് എത്രയും പെട്ടെന്ന് കയറാൻ. അങ്ങാണ് പ്രഭാത മഞ്ജരി കൃഷ്ണയാമം എന്നൊക്കെ പേരും വെച്ച് അങ്ങ് പോയി സുഖമായിട്ട് വയ്യാതെ ഒരു ഭാഗത്ത് കിടന്ന്. ഞാൻ അന്നേ പറഞ്ഞു ആരോഗ്യം സംരക്ഷിക്കണം എന്ന്. കേട്ടില്ലല്ലോ? ഇപ്പൊ ഡെങ്കു വന്നു, വേറെന്തൊക്കെയോ അസുഖമൊക്കെ വരുത്തി വെച്ചു. ഇപ്പൊ ഹെൽത്ത് ഓക്കെ അല്ലേ? ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മഞ്ചരീസിൻ്റെ തന്നെയാണ്. അപ്പം എനിക്ക് എന്താണെന്നറിയോ, നമ്മൾക്ക് അവിടെ ഒരു ഫ്രീഡം ഉണ്ട്. മഞ്ചരീസിൻ്റെത് എന്ന് പറയുമ്പോൾ മഞ്ചരീസിൻ്റെ അധീനതയിൽ അതിന് ഓണേഴ്സ് വേറെയാണ്. അപ്പം അവർ നമ്മൾക്ക് മാക്സിമം ഫ്രീഡമാണ്. കാരണം മറ്റൊരു ഹോട്ടലാണെങ്കിൽ നമുക്ക് ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ടൈം ഒരു വലിയ ഇഷ്യൂ ആണ്. അതൊന്ന്. രണ്ടാമത്തത്, നമ്മൾക്കൊന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇറക്കി ഓടിച്ചു വിടും അവരല്ലേ. പിന്നെ നമ്മളെല്ലാവരും കൂടെ പെട്ടിയും പ്രമാണവും എടുത്ത് മറ്റേ നടക്കിൽ വന്നിരിക്കേണ്ടി വരും. അപ്പം അതിലും ഭേദം ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ബഹളം വയ്ക്കാം, കളിക്കാം, ചിരിക്കാം, പാട്ട് പാടാം. ഇനി നിങ്ങൾക്ക് സിനിമാ പാട്ട് പാടണോ, സിനിമാ പാട്ട് പാടാം. മറ്റേ റൂം ഫ്രീ ആണോ എന്ന് ചോദിക്കാൻ റൂമിൻ്റെ ഓണർ ഞാനല്ല, റൂമിൻ്റെ ഓണേഴ്സ് വേറെയാണ്. ഞാൻ ഗുരുവായൂർ ചെന്ന് അവരെ കാലൊക്കെ പിടിച്ച്, സാറന്മാരെ ഞങ്ങളൊരു പാവങ്ങളാണ്, ഞങ്ങൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റിഡക്ഷനിൽ തരണം എന്നൊക്കെ പറഞ്ഞ് കൈയും കാലും പിടിച്ചൊക്കെ നമുക്കിങ്ങനെ ഒരു റിഡക്ഷൻ ഉണ്ടാക്കി എടുത്തതാണ്. ഓക്കെ, ജയ് ഗുരുദേവ്. തുളസി പറിക്കല്ലേ? തുളസി ഇല്ലല്ലോ ഫ്രിഡ്ജിൽ? ഒരു മിനിറ്റ് കേട്ടോ. എന്ത് അവൻ്റെ പാത്രം താഴെ വയ്ക്കുക. എന്ത് പാത്രം? ഉണ്ട്. ഇതാണോ? വേണ്ട, കുഴപ്പമില്ല, ഗ്ലാസ്സിലെടുത്തോ. അത് ഫുള്ളുണ്ടോ പാല്? ഒരു കവർ പാലുണ്ട്. ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾക്ക് അവിടെ അതിൻ്റേതായ ഒരു ഫ്രീഡം കിട്ടും. അപ്പം അത് കാരണം എനിക്ക് തോന്നുന്നു
അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന്. താമസിക്കുന്നതും നമ്മൾ താഴെ, അതിൻ്റെ റൂഫ് ഗാർഡനിൽ തന്നെ നമുക്ക് അവിടെ എന്തുണ്ട്, പിന്നെ ഹാളുണ്ട്, പിന്നെ അവിടെ തന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പം കൂടുതൽ വികൃതി എടുക്കുന്നവരെ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ തള്ളിയിടാലോ, അതാണ് കാര്യം. ആ അപ്പം വേണം അന്നേരം നമ്മൾ ആരെങ്കിലും അങ്ങനെ ഇപ്പം ദിവ്യയെ പോലുള്ളവർ, സുധിയെ പോലുള്ളവർ, സുജുനെ പോലുള്ളവരൊക്കെ ഉണ്ടെങ്കിലേ നമ്മളെ ഭയങ്കരമായിട്ട് ബഹളമൊക്കെ എടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കൈയും കാലും പിടിച്ച് ആട്ടിയിട്ട് ഒരൊറ്റ സ്വിമ്മിംഗ് പൂളിലേക്ക് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കാം. നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരണ്ടല്ലോ, അല്ലേ, തിരിച്ചു കൂട്ടണ്ട നമുക്ക്. അപ്പം അത് കാരണം അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത് കാരണം നമുക്ക് അവിടെ ആകുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ ആരെങ്കിലും കാർ എടുത്ത് വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള വിശാലമായ സ്ഥലം അവിടെയുണ്ട്. അപ്പം അതും അങ്ങനെ തന്നെ. ബിന്ദുമ്മയുടെ ഡാൻസ് സൂപ്പറായിരുന്നു അല്ലേ? അപ്പം അങ്ങനെയൊക്കെ നമുക്ക് അപ്പം അവിടെ കൂടാം. എന്ത് പറയുന്നു? അപ്പം നമുക്കൊരു ജാനുവരി 13 സെക്കൻഡ് സാറ്റർഡേ നോക്കാം. നീന്തൽ അറിയാം അല്ലേ? അപ്പോൾ ദിവ്യ മാതാജി സൂക്ഷിച്ചിരുന്നോളൂ, ഇതൊരു ഓപ്പൺ ചലഞ്ചാണ്. അന്ന് അവിടെ എത്തിയാൽ ഞങ്ങൾ കുറച്ച് പേർ ദിവ്യ മാതാജിയെ പിടിക്കും, കൊണ്ടുപോയി അവിടെ ഇടും. പിന്നെ ഇങ്ങോട്ട് കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല. പിന്നെ നമ്മുടെ മൈക്ക് സെറ്റിങ്സ്, കാര്യങ്ങൾ, സൗണ്ട്സ്, ഇതൊക്കെ നമുക്ക് അവിടെ കിട്ടും. പിന്നെ ഹരേ കൃഷ്ണ പാട്ടുപാടി നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാം. വെള്ളം കുടിപ്പിക്കാനാണോ വിളിക്കുന്നത്? ഒരിക്കലുമല്ല. ഹരേ കൃഷ്ണ പാട്ടുപാടി ഡാൻസ് ചെയ്യാം. നിങ്ങൾക്ക് സിനിമാ പാട്ട് പാടി ഡാൻസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. നിങ്ങൾക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്. നിങ്ങളുടെ ഒരു സ്കൂൾ എൻ്റർടൈൻമെൻറ്റ് പോലെ, അല്ലെങ്കിൽ ഒരു കോളേജ് എൻ്റർടൈൻമെൻറ്റ് പോലെ, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ, ഇതിനേക്കാളെല്ലാം അപ്പുറത്താണ്. വരൂ 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 സുഭാഷ് പ്രഭു, അപ്പുറത്താണ് നിങ്ങളുടെ സന്തോഷം നിറഞ്ഞൊരു സമയം. എനിക്ക് വേണ്ടത് നിങ്ങൾ ഹാപ്പി ആയിരിക്കണം. നിങ്ങളുടെ കളി, ചിരി, സന്തോഷം ഇത് എനിക്ക് കാണണം. ഞാൻ അത്രേ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം ഓഹോ വാട്ട സുജു ഇങ്ങോട്ട് വാ, എനിക്കത് കണ്ടാൽ മതി. ഞാൻ അവിടെ വന്ന് നിങ്ങളെ ഒരിക്കലും ഹരേ കൃഷ്ണ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇതൊക്കെ പറഞ്ഞ് എന്താ പറയുക സത്സംഗം തന്ന് നിങ്ങളാരെയും ഞാൻ ബോറടിപ്പിക്കില്ല. കളിയും ചിരിയും, പിന്നെ നമുക്ക് എന്തൊക്കെ ഗെയിംസ് നിങ്ങൾക്കറിയാം ആ ഗെയിംസ് ഒക്കെ നിങ്ങൾ ചെയ്യൂ. നിങ്ങൾക്ക് എത്ര ഡാൻസ് അറിയാം നിങ്ങൾ ആ ഡാൻസ് ഒക്കെ ചെയ്യൂ. നിങ്ങൾക്ക് പാട്ട് പാടണോ, നല്ല പഴയ സിനിമാ ഗാനങ്ങൾ പാടണോ, പുതിയ സിനിമാ ഗാനങ്ങൾ പാടണോ, നിങ്ങൾ പാടൂ, നിങ്ങൾ ആസ്വദിക്കൂ, മാർഷൽ ചെയ്യൂ. എന്താ പറയുക, ഓ താങ്ക് യു ശ്രീകുമാരി മാതാജി, മഞ്ഞപ്പ അവിടെ സൂപ്പർ അല്ലേ. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യൂ. എനിക്കതാണ് ആവശ്യം. നിങ്ങളുടെ മൈൻഡ് എത്രത്തോളം നിങ്ങളെല്ലാ സങ്കടങ്ങളും മറന്ന്, നിങ്ങളെല്ലാ വിഷമങ്ങളും മറന്ന് ഒരു ദിവസം നിങ്ങൾ എത്രത്തോളം എൻ്റർടൈൻമെൻറ്റ് ചെയ്യൂ, അത്രത്തോളം നിങ്ങൾ ആസ്വദിക്കൂ. ഞാൻ ഇവിടുന്ന് ലീവ് എടുത്ത് വരാൻ റെഡിയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു 3 ദിവസം ഞാൻ റെഡിയാണ്. കാരണം എനിക്ക് ഇവിടുന്ന് 13th ആണ് വരുന്നതെങ്കിൽ 12th ഈവനിങ് എനിക്ക് ഇവിടുന്ന് കയറണം. അപ്പോൾ എനിക്ക് അന്ന് 12th വർക്കിന് പോകാൻ പറ്റില്ല. നോ പ്രോബ്ലം. 13th ഞാൻ അവിടെ ഉണ്ടാവും. അഗെയിൻ നിങ്ങളെല്ലാവരും പോയിട്ട് ഞാൻ 14th ഈവനിങ് അല്ലെങ്കിൽ 15th ഈവനിങ്ങേ കയറൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്താ പറയുക, ഇപ്പം തന്നെ ചോദിക്കാം, നിങ്ങൾക്കവിടെ ഞാനില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളവിടെ വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പം അത് കാരണം അതൊക്കെ ചെയ്തിട്ടേ ഞാൻ പറയൂ. ഏതാ ത്രിവേണി മാതാജി ആ സ്ഥലത്തിൻ്റെ പേര് പറയൂ. രാജാജി റോഡാ? ആരാണ് ആ റോഡിൻ്റെ പേര് പറഞ്ഞേ? അപ്പം അത് കാരണം അതൊക്കെ ഒന്ന് നോക്കൂ. ഓക്കെ, ത്രിവേണി മാതാജിയുടെ നമ്പർ എനിക്ക് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇടണമുണ്ട്, ഒന്ന് മെസ്സേജ് ഇടണം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ സന്തോഷത്തോടെ നിങ്ങൾ ഹാപ്പി ആയിട്ട് കളിച്ചും ചിരിച്ചും ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇരിക്കുക. അദ്ദേഹം പൂജയിലോ പ്രാർത്ഥനയിലോ എന്തിലോ ആണ്. ഇവരൊക്കെ കിട്ടാൻ കുറച്ച് പണിയാണ് ഈ ഇസ്കോണിൻ്റെ അകത്ത് കയറിയാൽ. ഉച്ചയാവില്ലേ ഇവർ പൂജയൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ. ഹരേ കൃഷ്ണ പ്രഭു. അമ്പിളിയാണേ,
ആ പ്രഭു, അതെ, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ലൈവിൽ. അപ്പം നമ്മുടെ ഗ്രൂപ്പിലെ ഒരു മാതാജി അവിടെ ബാംഗ്ലൂർ ഇസ്കോണിൽ വരുന്നു എന്ന് പറഞ്ഞു പ്രഭു. ഞാൻ പ്രഭുവിന്റെ നമ്പർ കൊടുക്കട്ടെ? എന്താ പ്രഭു? നമ്മുടെ ഇവിടെ എന്താണ്, തൃശ്ശൂര്. ആ, ഞാൻ നമ്പർ കൊടുക്കാം പ്രഭു. ഈ നമ്പർ കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കാം പ്രഭു. ഓക്കെ, ഹരേ കൃഷ്ണ. നമ്പർ തരാം. ഓക്കെ, അപ്പം പൊളിക്കാം. എന്ത് പറയുന്നു? എപ്പോഴും സത്സംഗങ്ങളും ഇതൊക്കെ ആയിരിക്കുമ്പോൾ നമുക്കൊരു ബോറടിയാണ് അല്ലേ? ഭക്തി ഒരു ബോറടിയായി മാറാൻ പാടില്ലല്ലോ. ഭക്തി എൻ്റർടൈൻമെൻ്റ് ആയിരിക്കണ്ടേ? അപ്പം നോക്കട്ടെ, സാധിച്ചാൽ ഞാൻ കിച്ചൂട്ടനെയും രാധാറാണിയെയും കൊണ്ടുവരാം. നോക്കട്ടെ, ഞാൻ പറ്റുമെന്ന് അറിയില്ല. അവരെയും കൂടെ കൂട്ടാന്ന് പറയുന്ന കുറച്ച് റിസ്ക്കാണ്. മേ ബി മാക്സിമം ഞാൻ ശ്രമിക്കാം കിച്ചൂട്ടനെയും രാധാറാണിയെയും കൂടെ കൂട്ടാൻ. എന്നിട്ട് നമുക്ക് അവരെയും കൂടെ കൂട്ടി നമുക്ക് അവരെയും വെച്ച് നല്ല അടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ച് അവരെ കൊണ്ടുപോയി സ്വിമ്മിങ് പൂളിലിടരുതേ, അത് പറ്റൂല. അവരെ ഇവിടെ ആവാഹിച്ച് വേറൊരു സ്ഥലത്ത് വെച്ചാണ് അഭിഷേകം ചെയ്യുന്നത്. അപ്പം സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കൊടുക്കുന്നു ശങ്കർ നാരായണൻ അച്ഛൻ, ജയന്തിയമ്മ. അവരാണ് നമ്മൾക്ക് ഈ ചെയർ ഓഫർ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒരുപാട് കോസ്റ്റ്യൂം ഓഫർ ചെയ്തിരിക്കുന്നത്. പൈസ അയച്ചു തന്നിട്ട് എന്നോട് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞതൊക്കെ അച്ഛനും അമ്മയാണ്. പിന്നെ എൻ്റെ ത്രോട്ടിൻ്റെ പ്രശ്നം വന്നപ്പം എനിക്ക് അതിന് വേണ്ടിയിട്ട് അഗസ്ത്യ രസായനം എത്തിച്ച് തന്നിരിക്കുന്നത് അവരാണ്. ദെൻ എനിക്ക് ചക്ക വറുത്തത്, അങ്ങനെയുള്ള പല പല സാധനങ്ങൾ അയച്ചു തന്നു. അതുപോലെ ഒരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ത്രിവേണി അമ്മ, ജയകുമാരി അമ്മ, അങ്ങനെ പലർക്കും കൊടുക്കുന്നു, സീനിയർ സിറ്റിസൺസിനെല്ലാം. സോ അവർക്ക് പിന്നെ സൗന്ദരി പൊന്നുപിള്ളൈ അവർക്ക് കൊടുക്കുന്നു. കാരണം മഞ്ജരീസിലേക്ക് നല്ല ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ശ്രീകുമാരി മാതാജി, അങ്ങനെ ഒരുപാട് പേര്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും ഒന്നിനൊന്ന് ബെറ്റർ ആണ് കേട്ടോ, ഒന്നിനൊന്ന് ബെറ്റർ ആണ്. അഡ്മിൻസ് ആയാലും സുധി, സുജു, അയ്യോ എനിക്ക് പേരെടുത്ത് പറഞ്ഞാൽ അടിയാവും, അത്രയും എല്ലാവരും. അപ്പം നമ്മുടേതായിരിക്കുന്ന മഞ്ജരീസിൻ്റെ ഒരു സത്സംഗങ്ങളും ബോറടികളും ഒന്നുമില്ലാത്ത ഒരു സന്തോഷം നിറഞ്ഞ ലോകത്തിലേക്ക് ഏവർക്കും ജാനുവരി 13 സ്വാഗതം. എല്ലാവരും വരില്ലേ? ഒരുമിച്ച് ഗുരുവായൂരപ്പനെ കാണാൻ ഒരവസരം, സന്തോഷത്തോടെ സമാധാനത്തോടെ ഹാപ്പി ആയിട്ട് നിങ്ങളെല്ലാവരും വരും. അപ്പം എല്ലാവരും നമ്മുടെ ദിവ്യയ്ക്ക് കൊടുക്കൂ കേട്ടോ, ബുക്കിംഗ് കൊടുക്കൂ. വരുന്നവരെ ഒരു 1500 കരുതിയാൽ മതി, അത് മതി. അതിൽ ബാലൻസ് വരും എന്നാണ് എൻ്റെ വിശ്വാസം. 1500-ലും നമുക്ക് ബാലൻസ് കൺഫേം ആണ്. കാരണം ഞാൻ എങ്ങനെയെങ്കിലും സാറിൻ്റെ കാല് പിടിച്ചോളാം. സാർ, ഞങ്ങൾ എല്ലാവരും പാവങ്ങളാണ് സാർ, ഞങ്ങളുടെ കയ്യിൽ കാശൊന്നുമില്ല സാർ, സാർ അങ്ങനെ പറയരുത് സാർ, പ്ലീസ് സാർ എന്ന് പറയാം. എന്നിട്ട് സാറ് സമ്മതിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ കൂട്ടത്തോടെ പോകുന്നു, അവിടെ റൂം എടുക്കുന്നു. നമ്മൾ അവിടെ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? ഹാളിൻ്റെ പൈസ ചോദിക്കുമ്പോൾ സാർ അങ്ങനെ പറയരുത് സാർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സാറിനെ അങ്ങോട്ട് പൊതിയാം. അപ്പോൾ സാറ് നമുക്ക് ഓഫ് തരും. സാർ, ഞങ്ങൾക്ക് വേണ്ടി സാറ് അത് ഞങ്ങൾക്ക് ഓഫർ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കാം. അപ്പം എന്തായാലും സാറ് നമുക്ക് ഓഫ് തരും. വേണ്ട, സാറ് നമുക്ക് ഹാള് ഓഫർ തരും. 1500 കരുതിയാൽ മതി ഓരോരുത്തരുടെ കയ്യിൽ, ഇൻഡിവിജ്വൽ പേഴ്സൺസ്. പിന്നെ നല്ലൊരു കേക്ക് നമുക്ക് മഞ്ജരീസിൻ്റെ പേരിൽ കേക്ക് അറേഞ്ച് ചെയ്യാം. എഗ്ലെസ് കേക്ക്. എന്നിട്ട് നമുക്ക് നല്ല ഒരു കേക്ക് കട്ടിങ്, മഞ്ജരീസിൻ്റെ ഒരു കേക്ക് കട്ടിങ് വെക്കാം. നമുക്ക് അടിച്ചു പൊളിക്കാൻ എല്ലാവരും ജാനുവരി 13 റെഡിയല്ലേ? പിന്നെ ബുക്ക് ചെയ്യാതെ 13-ാം തീയതി വന്നാൽ എല്ലാവരും ഉണ്ടാവുമെന്നും പറഞ്ഞ് ആരുടെയെങ്കിലും റൂമിൽ കയറി പറ്റാൻ ശ്രമിച്ചാൽ നടക്കില്ല കേട്ടോ, നടക്കില്ല. 3 ആൾക്കാരായി കഴിഞ്ഞാൽ പിന്നെ റൂമിൽ കയറ്റില്ല. താഴെ കിടന്നോളാം, തറയിൽ കിടന്നോളാം എന്നൊന്നും പറഞ്ഞിട്ട്, ഞാൻ തറയിലല്ലേ കിടന്നത്, അപ്പം പകുതി കാശ് തരുമെന്നും പറഞ്ഞിട്ട് അടിയും പിടിയും ബഹളത്തിനൊന്നും നിൽക്കരുത്. തമാശ പറഞ്ഞ കേട്ടോ, അതും ഒരു രസം. ഓക്കെ, നിങ്ങളെ കേൾക്കാൻ, നിങ്ങളെ കാണാൻ, നിങ്ങളോട് ഒരുമിച്ചിരിക്കാൻ, നിങ്ങളുമായി സംസാരിക്കാൻ, കളിക്കാൻ, ചിരിക്കാൻ, തമാശ പറയാൻ, പൊട്ടിച്ചിരിക്കാൻ, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ജാനുവരി 13 ഞാനുണ്ടാവും ഗുരുവായൂരിൽ. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ലൈവോ? ഓമനക്കുട്ട, ഉറപ്പായിട്ടും ഓമനക്കുട്ട ലൈവ് കാണും. ഓമനക്കുട്ടൻ നമ്മളെന്തായാലും മെയില് നമ്മൾ മീറ്റ് ചെയ്യും. കാരണം ഞാൻ ആ മാങ്ങാക്കറി കഴിക്കാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എനിവേ, അപ്പം നമ്മുടെ കളിയും ചിരിയും തമാശകളിലൂടെ പോകുന്ന ഗുരുവായൂർ മഞ്ജരീസിൻ്റെ കൃഷ്ണയ പ്രഭാത മഞ്ജരിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഗ്രൂപ്പിൻ്റെ അഡ്മിൻസിനെ തപ്പു, ദിവ്യ അഡ്മിൻസിന് അവർക്ക് കൊടുക്കും. അപ്പോൾ അതാണ് വിശേഷങ്ങൾ. ഇനി നമ്മുടെ ഹെൽത്ത് ടിപ്സ്.
ഹെൽത്ത് ടിപ്പിലേക്ക് വരുമ്പോൾ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബിന്ദുമ്മ റോക്ക് വേറെ ഒന്നുണ്ട്, അത് ഞാൻ പറയാം. ബിന്ദുമ്മേൻ്റെ കാപ്പി എന്തി? ബിന്ദുമ്മ റോക്സ് വേറെ ഒന്നുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് തന്നെ പറഞ്ഞുതരാം. ചിരിക്കണ്ട, ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരു ചിരി, ഇങ്ങനെ ഒരു ചിരിയൊക്കെ ആയിട്ട് ആൾ പോകുന്നുണ്ട്. പറഞ്ഞുതരാം ബിന്ദുമ്മ ചെയ്ത എന്താന്ന്. ഇന്ന് വൈകുണ്ഠ ഏകാദശിയാണ്. ഓക്കെ, അപ്പോൾ വൈകുണ്ഠ ഏകാദശിക്ക് കപ്പ കഴിക്കാം. എത്ര പേർക്ക് കപ്പ ഇഷ്ടമാണ്? വേഗം വേഗം മെസ്സേജ് ഇടും. കപ്പ എത്ര പേർക്ക് ഇഷ്ടമാണ്? പറയൂ, ഇഷ്ടല്ലേ? അയ്യോ മാതാജി, മീൻകറി ഇല്ലാത്തതുകൊണ്ട് കപ്പയോട് വലിയ താല്പര്യമൊന്നുമില്ല. ഇതാണോ? മീൻകറി ഇല്ലാത്തതുകൊണ്ട് കപ്പയോട് വലിയ താല്പര്യമൊന്നുമില്ല മാതാജി എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? എങ്കിൽ ഞാൻ നല്ല ചുട്ട വടി എടുത്തുകൊണ്ടായിരിക്കും അവിടെ വരിക. ഇഷ്ടമാണ്, അച്ഛന് ഇഷ്ടമാണ്, എനിക്കറിയാം. കപ്പ, കഞ്ഞി, അച്ചാറ്, കണ്ണിമാങ്ങ അച്ചാറ്, ചമ്മന്തി, ഇതൊക്കെ എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപയറ്, അത് ഞാൻ അംഗീകരിക്കുന്നു. ഇഷ്ടമാണ്, ഇഷ്ടമാണ്, ഇഷ്ടമാണ്. ആരെ ഇഷ്ടമാണ് നിങ്ങൾക്ക്? കപ്പയെ എനിക്കിഷ്ടമാണ്, കപ്പ ഇഷ്ടമാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾ കപ്പ ഇഷ്ടപ്പെടുന്നത്? എന്തായാലും ഇങ്ങനെ പോണു ക്ലാസ്, അപ്പോൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് തന്നെ പോട്ടെ. എന്തുകൊണ്ടാണ് കപ്പ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? ഒറ്റ വേർഡിൽ എഴുതി തരൂ എനിക്ക്. എന്തുകൊണ്ടാണ് കപ്പ ഇഷ്ടപ്പെടുന്നത്? പാൽക്കപ്പ, അതെന്തോന്നത്? അത് ഞാൻ കഴിച്ചില്ലല്ലോ. ഗുരുവായൂർക്ക് വരണമെങ്കിൽ പാൽക്കപ്പയും കൊണ്ടുപോയോ കേട്ടാ. മീനില്ല, മീൻ കറി വിത്ത് കപ്പ. ആഹാ, ആര്യവായോ ഗുരുവായൂർക്ക്? ആര്യക്കുള്ളത് ഞാൻ തരാം. മധുരക്കിഴങ്ങ് ഇഷ്ടം. അയ്യോ സൈന ചേച്ചി, എന്തോ പറയാനാ, മൈ ഫേവറിറ്റ്. സൂപ്പർ. ശ്രീകണ്ഠൻ ചേട്ടൻ്റെ, പ്രഭുവിൻ്റെ ചേട്ടൻ കിച്ചൂട്ടൻ്റെ കൃപയിൽ അപകടനില തരണം ചെയ്തു. സൂപ്പർ, ഹരേ കൃഷ്ണ. അത് കിച്ചൂട്ടൻ്റെ പാദത്തിൽ ഇന്നലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആൾ എഴുതി കൊടുത്താൽ സിവിയർ കേസൊക്കെ ഞാൻ എഴുതി കൊടുക്കും. എഴുതി കയ്യിൽ വെച്ച് കൊടുക്കും, കാലിൽ വെച്ച് കൊടുക്കും. ഒന്ന് പരിഗണിക്കണേ, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് എഴുതി തന്നിരിക്കുന്നത്, നിവേദനം തന്നിരിക്കണം, ഒന്ന് പരിഗണിക്കണേ എന്ന് പറയും. ഞാൻ പാൽക്കപ്പ ഇതുവരെ കഴിച്ചിട്ടില്ല, കണ്ടിട്ട് പോലും ഇല്ല എന്താ സാധനം. സീരിയസ്ലി, ഹീറ്റ് ഫുഡാണ് കപ്പ. ബേബിയമ്മ പറയുന്നു പാൽക്കപ്പ സൂപ്പറാണ്. നിങ്ങളെല്ലാം പാൽക്കപ്പ കഴിച്ചിട്ടുണ്ട്, അതെന്താ അത്? എനിക്ക് അറിയത്തു പോലും ഇല്ല. മധുരക്കിഴങ്ങ് കഴിച്ചിട്ടുണ്ട്, കപ്പ കഴിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിക്കുന്ന അതാണ് പാൽക്കപ്പ. ഓക്കെ ഓക്കെ ഓക്കെ, അതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും അറിയെങ്കിൽ എനിക്ക് വാട്സപ്പിൽ ഇടൂ കേട്ടോ. ഞാനും ഒന്ന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കാം. ത്രിവേണി അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മയെ നമ്മളാരും കാണുന്നില്ലല്ലോ. അമ്പിളി എന്താ ഒന്നും പറയുന്നില്ലല്ലോ, ഞാൻ അയക്കുന്ന കാണുന്നില്ല. നീ നമ്മൾ കാണുന്നില്ലല്ലോ അല്ലേ? അതാരാ? അങ്ങനെ ഒരു മെസ്സേജ് ഇവിടെ കണ്ടിട്ടേ ഇല്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. സന്തോഷിയുടെ നമസ്കാരം. ഈ മനുഷ്യനെ പിടിക്കാൻ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ. ജനുവരി 13 സന്തോഷേട്ടൻ വന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം, ഹാപ്പി. വരാൻ പറ്റുമോ അറിയില്ല. കാശ്മീരിലും സിക്കിമിലും ചൈനയിലും ഒക്കെ ആയിട്ട് ആ മനുഷ്യൻ ഓടി നടക്കുന്നു, പാവം. ഞാനും ഇന്ന് പോയി മധുരക്കിഴങ്ങ് മേടിക്കും. ഫൈബർ ഉണ്ട് കപ്പയിൽ, അതുകൊണ്ടാണ് ദീപ മാതാജി കപ്പ ഇഷ്ടപ്പെടുന്നത്. അംഗീകരിക്കുന്നു. നെക്സ്റ്റ്, ഭയങ്കര ടേസ്റ്റാണ് പാൽക്കപ്പ. എടോ, ഞങ്ങൾ പാൽക്കപ്പയെ കുറിച്ചല്ല പറയുന്നത്, ഞങ്ങൾ സാധാ കപ്പയെ കുറിച്ചാണ് പറയുന്നത്. ഹരേ കൃഷ്ണ, ശ്രീദേവി മാതാജി. അപ്പം ഞാൻ കുറേ അയച്ചു, എനിക്ക് കരച്ചിൽ വരുന്നുണ്ടോ? അയ്യോ വേണ്ട, കരയരുത്, ഞങ്ങൾ കാണുന്നുണ്ട്. കപ്പ വേവിച്ചിട്ട് തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിച്ചാൽ മതി. ഫൈൻ, ഞങ്ങൾ ഇന്നൊഴിക്കും. എവിടെയാണ് അയക്കുന്നത്? മഞ്ജരീസിന്റെ നമ്പറിലേക്കാണോ? എൻ്റെ ഗ്രൂപ്പിലുള്ള നമ്പറിലേക്ക് മെസ്സേജ് ഇട്ട് കാര്യമില്ല, ഞാൻ നോക്കാറേ ഇല്ല. ഓക്കെ, കപ്പയും കാന്താരിയും. ഇനി ഞാൻ നിങ്ങൾക്ക് കപ്പയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അനിൽകുമാർ, കോൾമി അമ്മ. അയ്യോ സോറി അമ്മ സോറി. അമ്മ പോയിട്ട് മോദി സാറിന്റെ ഫോട്ടോ DP ഇട്ട് ഇത് എനിക്കിരുന്ന് വന്നിരിച്ചേ വാങ്ങിട്ട് വന്നീங்களா? தேங்க்யூ டியர். அம்மு ஒரே ஹெல்ப், நான் இனி மைக் ரிமூவ் பண்ணி இது கொஞ்சம் கழுவிட்டு இந்த இதில் പഴത്തിലും സ്വാമി പാദത്തിലും വെച്ച് കൂടെ. താങ്ക്സ്. തുളസി ഇല്ലല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിഷമിച്ച് കിച്ചൂടനോട് പ്രാർത്ഥിക്കായിരുന്നു. കിച്ചു, തുളസി പറിച്ചു വെക്കാൻ മറന്നുപോയി, തുളസി ഇല്ല കിച്ചു, നിവേദ്യം വെക്കാൻ അങ്ങയുടെ പാദത്തിൽ വെക്കാനും ഇല്ല എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ പ്രാർത്ഥിച്ചത്. അമ്മു തുളസിയും കൊണ്ട് വന്നു. അപ്പോൾ
കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഹെൽത്ത് ടിപ്പ് ഞാൻ നിങ്ങൾക്കിപ്പോൾ തരാം. കപ്പ കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരാ? മലയാളീസ് ആണല്ലേ. ഇസ്കോണിനെ പറ്റി അറിഞ്ഞോ? അയ്യോ നാരായണ, അതല്ലേ ഞാൻ പറഞ്ഞത്. ത്രിവേണി അമ്മ എനിക്ക് മെസ്സേജ് ഇടൂ, നമ്പർ എൻ്റെ കയ്യിൽ മറ്റേ ഫോണിലാണ്, ഒരുപാട് മെസ്സേജസ് ഉണ്ട്, എനിക്ക് മെസ്സേജ് ഇടൂ, ഞാൻ ഇപ്പോൾ വിളിച്ച് സംസാരിച്ചില്ലേ. അപ്പൊ ത്രിവേണി അമ്മയാണ് കേട്ടോ കേൾക്കാത്തത്, ഞങ്ങൾ ആരുമല്ല. ഇതേ ലൈവിൽ ഇരുന്നാണ് ഞാൻ ആ പ്രഭുവിനെ വിളിച്ചിട്ട് എന്തോന്ന് ഉള്ളി ഇടിച്ചെടുത്ത് തേങ്ങാപ്പാൽ ഒഴിക്കാൻ. ആരാ ആ ഉള്ളീനെ പറ്റി പറഞ്ഞത്? ആ ആളെ പിടിക്കേ. ഇല്ല, തുളസി നുള്ളിയതല്ല, കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ്. ഞങ്ങൾ ഇന്ന് അങ്ങനെയാണെ ഇവിടെ മുറ്റത്ത് തുളസി ഇല്ലേ, 20 രൂപ. ഇവിടെ തുളസി ഇല്ലേ, ഞങ്ങൾ പറിച്ചിട്ടില്ല. അപ്പം തുളസി അങ്ങനെ വാങ്ങിട്ട് വന്ന് വെച്ചതാണ്. അപ്പം കപ്പ കഴിക്കാൻ മലയാളീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. പൊതുവേ നമ്മൾ മലയാളീസ് എന്ന് പറഞ്ഞാൽ കപ്പ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അപ്പം ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഈ കപ്പയിലുണ്ട്. ത്രിവേണി അമ്മ എനിക്ക് മെസ്സേജ് ഇട്ട് തന്നോളൂ നമ്പർ. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ത്രിവേണി അമ്മയ്ക്ക് തരാം. ത്രിവേണി അമ്മ ഡയറക്റ്റ് വിളിച്ചോളൂ, സംസാരിച്ചോളൂ, ഇസ്കോണിൽ പോയിക്കോളൂ, ഭഗവാനെ കണ്ടോളൂ, ദർശനം എടുത്തോളൂ, വിഷമിക്കേണ്ട. ഞാൻ ലൈവിൽ തന്നെ ക്ലാസ്സിൽ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. സന്തോഷേട്ടാ, നിങ്ങളെ ഞാൻ ശരിയാക്കും മനുഷ്യ. കളിയാക്കണ്ട എന്നെ. ഡോക്ടർ മാതാജി ഒന്നല്ല കേട്ടോ, ഞാനൊരു സാധാ അമ്പിളിയാണ്. അപ്പം നമ്മുടെ ഈ കപ്പയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്. കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, ഈ 3 കാര്യങ്ങൾ കപ്പയിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് മാത്രമല്ല കൊഴുപ്പും സോഡിയവും വളരെ കുറഞ്ഞ അളവിലാണ് ഈ കപ്പയിൽ അടങ്ങിയിരിക്കുന്നത്. കൊഴുപ്പും കുറവാണ്, കലോറിയിലാണെന്നോ, കൊഴുപ്പ് കുറവാണ് കപ്പയിൽ. ഓക്കെ, നമ്മളുടെ കുറെ ഫുഡിന്റെ ചിന്താഗതികളുണ്ട് നമുക്ക്. അയ്യോ ഇതിൽ കൂടുതൽ അതാണ്, ഇതിൽ കൂടുതൽ ഇതാണ്, നമ്മൾ ഇത് കഴിച്ചാൽ അങ്ങനെയാവും ഇങ്ങനെയാവും, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ഒരു ജെന്യൂൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഷുഗർ ഒന്നും കൂട്ടൊന്നുമില്ല. ഞങ്ങൾ അതിനാണ് രാത്രി മറ്റേ കുക്കുംബർ കഴിക്കുന്നത്. കാലത്ത് ഞങ്ങൾ കപ്പ കഴിച്ചാൽ രാത്രി ഞങ്ങൾ കുക്കുംബർ കഴിക്കും. അപ്പൊ ഷുഗർ ബാലൻസ് ആവും. ആഹാ, ദേവദാസ് പ്രഭു ക്ലാസ്സിൽ കയറാത്ത നമ്മുടെ കുറ്റ ആണോ? എല്ലാവരും പറഞ്ഞു കൊടുക്കൂ. അന്നേരം ഈ സോഡിയവും കൊഴുപ്പും ഒക്കെ വളരെയധികം കുറയുന്നത് കൊണ്ട് നമുക്ക് വേറെ ടെൻഷൻസ് ഒന്നുമില്ല. പിന്നെ പോഷക ഗുണങ്ങൾ ഏറ്റവും അടങ്ങിയിട്ടുള്ള കപ്പ നമുക്ക് ഭക്ഷണത്തിൽ ഒരുപാട് ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ, രമണൻ പ്രഭു ധൈര്യമായിട്ടിരിക്കും, പേടിക്കണ്ട. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ നമ്മൾക്ക് നന്നായിട്ട് ഉണക്കാം. ഇങ്ങനെ ചീവി എടുത്തിട്ട് നിങ്ങൾ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ തേച്ച് വെച്ചിട്ട് നേരെ ടെറസിന്റെ മേളിൽ കൊണ്ടിട്ടിട്ട് നല്ല വെയിലിൽ ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ അത് ഒരു ഡബ്ബയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓയിലിൽ വറുത്തെടുക്കാൻ പറ്റും. വറുത്തെടുത്ത് ഈവനിങ് സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓയിലിൽ വറുത്തെടുത്തിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി അതിനേക്കാൾ വെറൈറ്റി ആയിട്ട് പല പല സംഭവങ്ങളും നിങ്ങൾക്ക് കപ്പ കൊണ്ട് ഉണ്ടാക്കാം. കപ്പ അച്ചാർ വരെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള, ഏറ്റവും നന്നായിട്ട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ കപ്പ നമ്മുടെ ഭക്ഷണത്തിൽ ഒരുപാട് നമുക്ക് ഉൾപ്പെടുത്താം. വണ്ണം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക്, കുറയ്ക്കാനല്ല. ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ വളരെയധികം മെലിഞ്ഞിരിക്കുന്ന കുട്ടികളാണ് അല്ലെ. ഉണക്കി ചിപ്സ് കഴിക്കും, ഇന്നലെയും കഴിച്ചു. ഓഹോ, എന്നിട്ടാണോ ഞങ്ങളോട് പറഞ്ഞത് മറ്റേ ഷുഗർ കൂടുന്നു? ആഹാ, അപ്പം താങ്കൾ ഇന്നലെ വൈകുന്നേരം കപ്പ കഴിച്ചിട്ട് ഞങ്ങളോട് പറയാണ് ഞങ്ങൾ കഴിക്കേണ്ട, ഷുഗർ കൂടുന്നു. അതെങ്ങനെ പറ്റും? ഞങ്ങളുടെ കയ്യിൽ AK-47 ഉണ്ട്. ഞങ്ങൾ സന്തോഷേട്ടനെ വിളിക്കും. സന്തോഷേട്ടാ ഇവിടെ കമോൺ. സന്തോഷേട്ടനെ വിളിച്ചപ്പോ എന്തിനാ ബിന്ദുമ്മ നോക്കണത്? ബിന്ദുമ്മനാണ് ഞാൻ വിളിച്ചത്. സന്തോഷേട്ടാ ഇവിടെ കമോൺ. ഞങ്ങളെ വഴിതിരിച്ചു വിട്ടു നമ്മുടെ ദേവദാസ് പ്രഭു. ഇല്ല, കറിവേപ്പില മറക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളൊക്കെ വളരെ മെലിഞ്ഞിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കപ്പ നന്നായിട്ട് നല്ല ഡിഷസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരിങ്ങനെ കുറച്ച് വീർത്ത് വരും. ഓക്കെ, പിന്നെ ശരീരഭാരം കൂടുന്നത് പോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ശരീരഭാരം കുറയുന്നത്. അത് വളരെയധികം സൂക്ഷിക്കണം. ചില സ്ത്രീകൾ വളരെയധികം മെലിഞ്ഞ് പോലെ ഇരിക്കാറുണ്ട് അല്ലെ.
ഭയങ്കരം ലീനായിട്ടിരിക്കാറുണ്ട്. അപ്പോൾ ശരീരഭാരം കുറയുന്നത് ശരീരഭാരം കൂടുന്നത് പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്നുള്ള കാര്യം ആരും മറക്കരുത്. ഓക്കെ, പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹോദരികൾ അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ കല്യാണം കഴിക്കാനൊക്കെ പോകുന്ന സമയത്താണ് എങ്കിൽ അവർ ഒരുപാട് ലീനായിട്ട് ചില കുടുംബങ്ങളിൽ കാണാം, വളരെയധികം മെലിഞ്ഞ്. നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ വളരെ ശരീരഭാരം മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് കല്യാണമാവാത്ത പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, കപ്പ കഴിക്കാൻ പറഞ്ഞു കൊടുക്കുക. കപ്പ നമുക്ക് ബോഡി വെയിറ്റ് കൂട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ്. പിന്നെ ജിമ്മിൽ പോകുന്നവരൊക്കെ ഉണ്ട്, ആൺകുട്ടികൾ പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അതെ AT58, അപ്പം ഈ പറയുന്ന മൾട്ടി പൗഡേഴ്സ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള പൗഡേഴ്സ് ഒക്കെ കഴിക്കാതെ പ്രകൃതിദത്തമായിരിക്കുന്ന കപ്പ അത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ബോഡി വെയിറ്റ് കൂട്ടാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, കപ്പയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയത് കൊണ്ട് ശരീരം പുഷ്ടിപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, പഴയ കാലത്ത് ആളുകൾ രാവിലെ എന്താ കഴിച്ചുകൊണ്ടിരുന്നത്? കപ്പ കഴിച്ചുകൊണ്ടിരുന്നു, എന്താ പറയാ, മധുരക്കിഴങ്ങ്, ചേമ്പ്, കാച്ചില്, ഇതൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഞങ്ങൾ 3 പേരും മെലിഞ്ഞാണ്, മോൻ ഇപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ 2 പേരും കൂടി പോകൂ, ഇന്ന് തുടങ്ങാം കപ്പ വിഭവങ്ങൾ. സത്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഓർത്തു കഴിഞ്ഞാൽ, പഴയ കാലത്ത് ആളുകളിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചേമ്പ്, കാച്ചില്, കപ്പ, കൂർക്കൽ, ഇതൊക്കെയാണ്. നമ്മൾ ഇതൊക്കെ ഇന്ന് മറന്നു. ഇതൊക്കെ മറന്നിട്ട് നമ്മൾ പോകുന്നു ഫാസ്റ്റ് ഫുഡിന്റെ പിന്നാലെ. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മളും പഴയ കാലത്തിലേക്ക് പോയിട്ട് നല്ല പ്രകൃതിദത്തമായ ഭക്ഷണങ്ങളിലേക്ക് നമ്മളും മാറണം. അപ്പൊ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഒരുപാട് അടങ്ങിയ കപ്പ ശരീരം പുഷ്ടിപ്പെടുത്താൻ സഹായിക്കുന്നത് പോലെ തന്നെ കപ്പയിൽ അടങ്ങിയിരിക്കുന്ന അയൺ കണ്ടന്റ്, ഓക്കെ, അയൺ കണ്ടന്റ് രക്തകോശങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തും. കപ്പയിൽ ധാരാളം അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രക്തത്തിലെ കോശങ്ങളുടെ വളർച്ചയെ ഒന്ന് ത്വരിതപ്പെടുത്തി തരികയും രക്തക്കുറവ് പരിഹരിച്ചിട്ട് അനീമിയ തടയാൻ കപ്പ നല്ലൊരു സൊല്യൂഷനാണ്. എല്ലാവർക്കും നോക്കുകയാണെങ്കിൽ എക്സ്പെഷ്യലി സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്, ഞാൻ ഓപ്പൺലി പറയുന്നു, നിങ്ങൾ പീരീഡ്സ് ടൈമിൽ ബ്ലഡ് കുറവായതുകൊണ്ട് നന്നായിട്ട് നല്ല ഇതില് കറക്റ്റ് ആയിട്ടുള്ള അളവിൽ ബ്ലഡ് പോകുന്നില്ല. അതോടനുബന്ധിച്ച് ഭയങ്കരമായ സ്റ്റൊമക് പെയിൻ നേരിടുന്നു, വിളർച്ച നേരിടുന്നു, നമ്മുടെ മുഖമൊക്കെ വിളറി വെളുത്ത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നു, തളർച്ചയുണ്ടാവുന്നു, ക്ഷീണം വരുന്നു. ഇതിനെല്ലാം പോയിട്ട് നേരെ ഡോക്ടറെ കാണുന്നു, ഒരു കുപ്പി ബോട്ടിൽ മരുന്ന് കൊടുക്കുന്നു, അതോടൊപ്പം കുറെ ടാബ്ലറ്റ്സ് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മാറ്റിവെച്ചിട്ട് പ്രകൃതിദത്തമായിരിക്കുന്ന ഏറ്റവും നല്ല മിനറൽസിന്റെയും വൈറ്റമിൻസിന്റെയും കാർബോഹൈഡ്രേറ്റ്സിന്റെയും അയണിന്റെയും കലവറയായിരിക്കുന്ന കപ്പ പോലെയുള്ള നല്ല ഭക്ഷണ വസ്തുക്കൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം അനീമിയ തടയാൻ ഏറ്റവും ബെസ്റ്റ് ആണ് കപ്പ എന്ന് പറയുന്നത്. മാത്രമല്ല, കുട്ടികളിലെ ജനിതക വൈകല്യങ്ങൾ, കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള ജനിതക വൈകല്യങ്ങളുണ്ട് അല്ലെ, അതുപോലെയുള്ള ജനിതക വൈകല്യങ്ങൾ തടയാൻ വേണ്ടി കപ്പയിൽ അടങ്ങിയിരിക്കുന്ന ഫോളിക് ആസിഡ്, നിങ്ങൾക്കറിയാം, നമ്മൾ ഗർഭിണിയാവുന്ന സമയത്ത് നമ്മൾക്ക് ആദ്യം തരുന്ന ഒരു കുഞ്ഞു മഞ്ഞ ടാബ്ലറ്റ് തരും. അപ്പം ആ മഞ്ഞ ടാബ്ലറ്റ്സ് നമുക്ക് ഫോളിക് ആസിഡ് ആണ്. അത് പ്രഗ്നൻസി ടൈമിൽ ഡോക്ടേഴ്സ് കൊടുക്കുന്ന ഒരു മെയിൻ ടാബ്ലറ്റ് ആണ്. ഇതെന്തിനാന്ന് ഓർത്തു കഴിഞ്ഞാൽ കുട്ടികളിലുള്ള ജനിതക വൈകല്യങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ജനിതക വൈകല്യങ്ങൾ തടയാൻ ഏറ്റവും നല്ല ഒരു ഭക്ഷണമാണ് എന്ന് പറയുന്നത് കപ്പ എന്ന് പറയുന്നത്. കാരണം കപ്പയിൽ ഒരുപാട് ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, മാത്രമല്ല ബി കോംപ്ലക്സ് വൈറ്റമിനും സഹായിക്കും. ബി കോംപ്ലക്സും ഉണ്ട്, വൈറ്റമിൻസും ഉണ്ട്. ക്ലിയർ? ബി കോംപ്ലക്സ് കുറയുമ്പോഴാണ് നമ്മളുടെ വായിൽ ഈ പൊട്ടി വീഴുന്നത്, പുണ്ണ് കാര്യങ്ങളും ഒക്കെ വരുന്നത്, നമ്മൾക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയിലോട്ട് നമ്മൾ മാറുന്നത്. ഇതൊക്കെ മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? ബി കോംപ്ലക്സ് കപ്പ കഴിക്കുകയാണെങ്കിൽ ധാരാളം ബി കോംപ്ലക്സ് നമുക്ക് കപ്പയിലൂടെ കിട്ടും, വൈറ്റമിൻസും നമുക്ക് ഒരുപാട് കിട്ടും. അതുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഗർഭകാലയളവില് കപ്പ കഴിക്കുന്നത് വൈകല്യങ്ങളില്ലാത്ത കുഞ്ഞു പിറക്കാൻ നല്ലതാണ്. പുതിയൊരു അറിവല്ലേ നിങ്ങൾക്ക്? ഗർഭിണികൾ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗർഭിണികളുണ്ട് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു ടൈം ബീയിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം? കപ്പ കഴിക്കണം. അപ്പൊ എന്തുണ്ടാവും? നമ്മൾക്ക് ജനിതക വൈകല്യങ്ങളില്ലാത്ത ഒരു കുഞ്ഞ് നമ്മൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ കപ്പയുടെ മറ്റൊരു സവിശേഷമായിരിക്കുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൽ അടങ്ങിയിരിക്കുന്ന ദഹനയോഗ്യമായിരിക്കുന്ന നാരുകളാണ്. ഒരുപാട് നാരുകൾ കപ്പയിൽ അടങ്ങിയിട്ടുണ്ട്.
കപ്പയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം ആ നാരുകൾ കഴിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ദഹന പ്രക്രിയയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താ പറയുന്നത് മാറ്റാൻ സാധിക്കും. ഇനി അതിനേക്കാൾ ഉപരി രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് തടയാൻ ഈ നാരുകൾ സഹായിക്കും. നമ്മുടെ രക്തക്കുഴലിലൊക്കെ കൊഴുപ്പടിഞ്ഞു കൂടി കൊളസ്ട്രോൾ ഒക്കെ വർദ്ധിച്ച് ബ്ലോക്കായി എന്താ പറയാ ഓപ്പൺ ഹാർട്ട് സർജറിയും അല്ലാത്ത സർജറിയും അറ്റാക്കും ഇതൊക്കെ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി മെയിൻലി നമുക്ക് എന്ത് ചെയ്യാം? കപ്പ കഴിക്കാം. കപ്പ കഴിച്ചാൽ അതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. രക്തക്കുഴലുകളിൽ കൊഴുപ്പടിയുന്നത് ഒഴിവാക്കാൻ നമുക്ക് കപ്പ വളരെയധികം സഹായിക്കും. നല്ല ആരോഗ്യത്തിനും പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ് അല്ലെ. നല്ല ആരോഗ്യം കിട്ടണമെങ്കിൽ നമുക്ക് ധാരാളം പ്രോട്ടീൻ വേണം ശരീരത്തിൽ. അപ്പം ഈ പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? ഇറച്ചിയില്, മീനില്, പാലിന്റെ ഉൽപ്പന്നങ്ങളില്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? പാൽ ഉൽപ്പന്നങ്ങളിലാണ്. അതുപോലെ തന്നെ എവിടെയാണ്? മീനിൽ അടങ്ങിയിട്ടുണ്ട്, ഇറച്ചിയിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് പറ്റില്ല, നിഷിദ്ധ ആഹാരമാണ്. അപ്പം ഇങ്ങനെയുള്ള ഇറച്ചി, മീൻ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാതാജി ഞങ്ങളുടെ വീട്ടില് നോൺ കഴിക്കാതിരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു, കുട്ടികൾക്ക് പ്രോട്ടീൻ വേണമെന്ന് പറയുന്നു. ഈ പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്ന കപ്പ വില കുറഞ്ഞ് നമ്മൾക്ക് കിട്ടുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ വില കൂടിയ അമോണിയ പോലെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കണ്ണും എന്താ പറയാ കാതും ഒക്കെ വീർപ്പിച്ച് നല്ല തിളങ്ങിയിരിക്കുന്ന മീനുകൾ വാങ്ങിയിട്ട് നമ്മൾ അസുഖം വരുത്തുന്നത്? അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു കപ്പയുടെ ചെടി വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ കുറച്ച് വലിയൊരു തൊട്ടി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കപ്പ ഉണ്ടാക്കിയെടുക്കാം. ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക്. അല്ലാത്തവർക്ക് നേരെ വീട്ടിന്റെ മുറ്റത്ത് തന്നെ ഒരു കപ്പ വെച്ച് കഴിഞ്ഞാൽ എത്രയോ സമയം കൊണ്ട് കപ്പ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. സോ അതിൽ നിന്ന് ധാരാളം, അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം മാതാജി, തൈറോയ്ഡ് ഉള്ളവർക്ക് കപ്പ കഴിക്കാമോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് പറയാം. അപ്പം ധാരാളം എന്ത് കഴിക്കാൻ കിട്ടും? നമുക്ക് പ്രോട്ടീൻസ് കിട്ടും. ഓക്കെ, കപ്പ കഴിക്കുന്നവർക്ക് ഗ്യാസിന്റെ പ്രശ്നം കാണുന്നു. അത് വേറൊന്നും കഴിക്കാതെ കപ്പ മാത്രം കഴിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ രാത്രി കുക്കുംബർ കഴിച്ചു കിടക്കുകയാണെങ്കിൽ നമ്മളുടെ ഡൈജഷൻ പ്രശ്നങ്ങളെല്ലാം കറക്റ്റ് ആവും. അപ്പൊ അതൊക്കെ മാറിക്കിട്ടും. ഓക്കെ, അപ്പം BP ഉള്ളവർ കപ്പ കഴിക്കുകയാണെങ്കിൽ ഉപ്പ് കുറച്ചിട്ട് കഴിച്ചാൽ പോരെ? കപ്പയിൽ അങ്ങനെ എന്താ പറയാ സോഡിയത്തിന്റെ അളവ് കുറവാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. കപ്പയിൽ സോഡിയത്തിന്റെ അളവ് കുറയുന്നതുകൊണ്ട് നമുക്ക് കപ്പ കഴിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ നോൺ വെജ് നമുക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് വെജിറ്റേറിയൻസ്, സസ്യാഹാരം കഴിക്കുന്ന നമ്മൾക്ക് വളരെയധികം പ്രോട്ടീൻസ് ലഭിക്കാൻ ഏറ്റവും നല്ലതാണ് കപ്പ. പാല് കഴിക്കാം മാതാജി, കപ്പ ഏറ്റവും നല്ലതാണ്. മസിലുകളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ കപ്പയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ സഹായിക്കും. അപ്പം ജിമ്മിൽ പോകുന്ന ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരോട് പറയണം, മക്കളെ 2 കപ്പ പുഴുങ്ങി കഴിച്ചോളാൻ പറയാം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റോട്ടിലൊക്കെ കപ്പ ഇങ്ങനെ വേവിച്ച് ഒരു പാത്രത്തിലാക്കി വിറ്റുകൊണ്ടേയിരിക്കുകയാണ്. എത്ര തമിഴ്സാണെന്നറിയോ ഈ കപ്പ വാങ്ങിച്ചു കഴിക്കുന്നത്? കാരണം ഈ കപ്പയിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ഇതൊക്കെയാണ്. അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾക്ക് പ്രായം കൂടുന്തോറും എബവ് ഒരു 30 ഒക്കെ ആവുകയാണെങ്കിൽ കാലിന്റെ മുട്ടുവേദന, ജോയിന്റ്സ് പെയിന്, ഭയങ്കരം കാലിനൊക്കെ ഒത്തിരി വേദന ഉണ്ടല്ലേ നമുക്കൊക്കെ എല്ലാവർക്കും. ബാക്ക് പെയിന്, അത് ഇത്, എല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഷുഗർ ഉള്ളവർ കഴിച്ചുകൂടാ എന്ന് പറയണേ മാതാജി, 24 മണിക്കൂറും കഴിക്കാൻ ഞാൻ പറയുന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കാം. ഇല്ലെങ്കിൽ ഷുഗറിനുള്ള മരുന്ന് മാത്രം കഴിച്ചിട്ട് ഷുഗർ കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഷുഗർ ഉണ്ട്, തൈറോയിഡ് ഉണ്ട്, പ്രഷർ ഉണ്ടെന്നും പറഞ്ഞിട്ട് പല പദാർത്ഥങ്ങളും ഡോക്ടേഴ്സ് ഒഴിവാക്കാൻ പറയും. അഗ്രി ചെയ്യുന്നു. പക്ഷേ അതിനോട് കോമ്പറ്റേറ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. മനസ്സിലായില്ലേ? അതിനോട് കോമ്പറ്റേറ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എന്തും തുല്യമായ അളവിൽ മിശ്രിതമായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അസുഖങ്ങളൊന്നും വരില്ല. ഈ ഷുഗർ എങ്ങനെ വന്നു? ഷുഗർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒരുപാട് നേരത്തെ കഴിച്ചിട്ടല്ലേ, ചോറും അതും ഇതൊക്കെ. അപ്പം ഒരു മിശ്രിതമായിരിക്കുന്ന ആഹാരമാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ അതിനനുസരിച്ച് രാത്രി നിങ്ങൾ ഡെയിലി ഒരു കുക്കുംബർ കഴിക്കൂ, ഷുഗർ പമ്പ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായി? ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള കറുത്ത നാരെടുത്ത് കളയൂ. എന്നിട്ട് ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കൂ ദിവസേന രാവിലെ 11 മണിക്ക്. നിങ്ങൾക്ക് ഷുഗർ കണ്ടന്റ് കുറയുന്നത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയാ ഒരു ഇതുണ്ട്, ബിന്ദുമ്മ, നമ്മുടെ അവിടെ ബിന്ദുമ്മ, നമ്മൾ ആ ഷുഗറിന്റെ ഒരു വേര് തിളപ്പിച്ച് നമ്മൾ വെള്ളം കുടിക്കാറില്ലായിരുന്നോ? കച്ചോലം എടുത്തിട്ട് നിങ്ങൾ വെള്ളം തിളപ്പിച്ച് കുടിക്കൂ. അങ്ങനെയാണെങ്കിൽ ഷുഗർ കുറയുന്നത് അറിയാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ, കേരളീയർക്ക് കപ്പ വേണ്ട, അത് കറക്റ്റാണ്. നമ്മൾക്ക് വേണ്ട, ആരോഗ്യത്തിന് വേണ്ട സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട. അല്ലാത്ത കുറെ ജങ്ക് ഫുഡ്സ് ആണ് നമുക്ക് ആവശ്യം. അപ്പൊ ഇതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടേതായ ഒരു പ്രകൃതിദത്തമായിരിക്കുന്ന ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പൊ പറഞ്ഞു വന്നതുപോലെ
നമ്മൾക്ക് ഈ ജോയിൻറ്റ്സ് പെയിന്, കാലുവേദന, അതുപോലെ എല്ലിന്റെ തേയ്മാനം, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ടും എല്ലുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും വൈറ്റമിൻ കെ അല്ലെങ്കിൽ കാൽസ്യം, അയൺ, വൈറ്റമിൻ കെ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അയൺ ഉണ്ട്. ഈ 3 കാര്യങ്ങളും നമ്മുടെ എല്ലുകളെ ഒരുപാട് സംരക്ഷിക്കുന്നുണ്ട്. വൈറ്റമിൻ കെ, അതുപോലെ കാൽഷ്യം, അതുപോലെ തന്നെ അയൺ. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ എല്ലുകൾ, നഖം, മുടിയുടെ ബലം ഇതെല്ലാം നിലനിർത്തുന്നത്. ബയോട്ടിൻ അടങ്ങിയ ടാബ്ലറ്റ്സ് വാങ്ങി കഴിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് ഈ 3 കാര്യങ്ങൾ. അതായത് വൈറ്റമിൻ കെ, കാൽഷ്യം, അയൺ, ഈ 3 കാര്യങ്ങളും അടങ്ങിയ കപ്പ നമ്മൾ കഴിക്കുകയാണെങ്കിൽ പ്രായാധിക്യം മൂലമുള്ള, പ്രായം കൂടുന്നത് കൊണ്ടുള്ള നമ്മുടെ എല്ലുകളുടെ തേയ്മാനം, സന്ധിവാതം, ആലോചിച്ച് നോക്കണം, എല്ലുകളുടെ തേയ്മാനം, സന്ധിവാതം ഇത് മാറ്റിക്കിട്ടാനും കപ്പ നമുക്ക് നല്ലൊരു ഹെൽത്ത് ടിപ്പാണ്. ബിന്ദുമ്മ, കപ്പ നല്ലൊരു ഹെൽത്ത് ടിപ്പാണ്. ഓക്കെ, ഇതാണ് കച്ചോലം എന്ന് പറയുന്ന സാധനം. സോറി, കച്ചോലമല്ല, കല്ലൂർ വഞ്ചി. ഈ കല്ലൂർ വഞ്ചി എന്ന് പറയുന്ന സാധനം നിങ്ങൾ എന്താ പറയാ, കഴുകി ഉണക്കിയതാണിത്. ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താണ്, ഷുഗറിന്റെ ആ ഒരു പ്രോബ്ലം കുറഞ്ഞു കിട്ടും. ഈ കല്ലൂർ വഞ്ചി എന്ന് പറയുന്നത് വാങ്ങിയിട്ട് നിങ്ങൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ തീർത്തും നമ്മൾ എങ്ങോട്ട് മാറണം എന്നറിയോ? ആയുർവേദിക്കിലേക്ക് മാറണം, പ്രകൃതിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോണം. കർക്കിടക മാസം മാത്രമല്ല ആരോഗ്യം സംരക്ഷിക്കാനുള്ളത്. നമ്മൾ 24 മണിക്കൂറും 12 മാസവും നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുകയാണെങ്കിൽ, പ്രകൃതിദത്തമായിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല ആരോഗ്യം കിട്ടും. നല്ല ആരോഗ്യമാണ് നല്ല മനസ്സിന് അത്യാവശ്യം, അല്ലേ? മനസ്സ് ശരിയായാലേ ഭക്തി ഉണർത്താൻ പറ്റൂ. ഭക്തി ഇല്ലാത്ത ഒരു മനസ്സെന്ന് പറയുന്നത് ആരോഗ്യമില്ലാത്ത ഒരു ശരീരത്തിൽ കുടികൊള്ളുന്നതാണ്. അപ്പം നമുക്ക് അതൊന്നും വേണ്ട. നമ്മുടെ ആരോഗ്യം പെർഫെക്റ്റ് ആയിരിക്കണം, നമ്മുടെ മനസ്സ് പെർഫെക്റ്റ് ആയിരിക്കണം, നമ്മുടെ ഭക്തി പെർഫെക്റ്റ് ആയിരിക്കണം. എല്ലാം കൊണ്ടും നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ സന്ധിവാതം മൂലം നമ്മുടെ നടുവേദന, കാലുവേദന ഇതുകൊണ്ട് അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ ഈ സന്ധിവാതം, ആമവാദം അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും കപ്പ നല്ലൊരു പരിഹാരമാണ്, അത് മറക്കരുത്. ഓക്കെ, ഇനി ക്യാൻസറിനെ തടുക്കാനാണെങ്കിലോ കപ്പ മുൻപന്തിയിലാണ്. ക്യാൻസറിനെ തടുക്കാന്ന് പറയുമ്പോൾ തലച്ചോറിലേക്കുള്ള, കച്ചോലമല്ല, കല്ലൂർ വഞ്ചി, ക്ഷമിക്കണം, കച്ചോലമല്ല, പല പല സാധനങ്ങളുടെ പേര് ഓർത്ത് വെച്ചിട്ട് മാറിപ്പോയത്. കച്ചോലമല്ല, കല്ലൂർ വഞ്ചിയാണ്. അപ്പം തലച്ചോറിലേക്കുള്ള നമ്മുടെ ഞരമ്പുകളുടെ പ്രവർത്തനം, ഓക്കെ, തലച്ചോറിലേക്കുള്ള ഞരമ്പുകളുടെ പ്രവർത്തനം വളരെ ഈസിയാക്കാനും അതുപോലെ തന്നെ കോശങ്ങളെ ശക്തിപ്പെടുത്താനും ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ കെ സഹായിക്കും. കപ്പയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ കെ നമുക്ക് ഭയങ്കര ഹെൽപ്പായിരിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഉയർന്ന അളവിൽ, നല്ല ഉയർന്ന അളവിലാണ് ഇതിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് ഊർജം നൽകുന്നത്, ശക്തി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഓക്കെ ശ്രീകണ്ഠൻ പ്രഭു, അതുകൊണ്ട് തന്നെ ഈ ഊർജം കൊണ്ട് നമുക്ക് എന്താ ലഭിക്കാന്നറിയാമോ? നല്ല ശക്തി കിട്ടും. കല്ലൂർ വഞ്ചി യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ? നല്ല നല്ല ഇതാണ്. വേങ്ങ, കാതൽ, ഏകനായകം, കല്ലൂർ വഞ്ചി ഇതൊക്കെ തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർക്ക് പോലും ഷുഗർ കുറയും. ഇതൊക്കെ ഞാൻ വയനാട്ടിൽ നിന്ന് ഇവിടെ വാങ്ങിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഓർഡർ തന്നാൽ മതി, ഞാൻ അയച്ചു തരാം. ഓക്കെ, നല്ല ഒറിജിനൽ സാധനം നമുക്ക് വയനാട്ടിൽ കിട്ടും. അവിടുത്തെ ഈ എന്താ പറയാ, SC/ST വകുപ്പിലുള്ള ആളുകളുടെ ഒരു യൂണിറ്റ് ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം അവർ ഹോൾസെയിലായിട്ട് തന്നെ നമുക്കിത് അവിടുന്ന് ഒത്തിരി സ്ഥലങ്ങളിലേക്ക് അവർ കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഒരു സീസൺ ടൈമിലാണ് അവർക്ക് ഇതെല്ലാം എന്താ പറയാ കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് തരും. ഇപ്പൊ ഞാൻ ചെറുതേൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ചെറുതേൻ വന്നാൽ ഉടനെ എനിക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഔഷധമാണ് ചെറുതേൻ. അപ്പം അത് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിലേക്കുള്ള പ്രവർത്തനങ്ങൾ, സുഗമമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ കോശങ്ങളെ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ അതുപോലെയാണ് ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ കെ നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിലും നമുക്ക് നല്ല ശക്തി തരും. നമ്മളിങ്ങനെ ഒടിഞ്ഞു തൂങ്ങി ഇങ്ങനെ ഇരിക്കില്ല, നമ്മൾ നല്ല എനർജറ്റിക് ആയിരിക്കും, നമുക്ക് നല്ല ആരോഗ്യം കിട്ടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ഗുണങ്ങളാൽ സമ്പന്നമായിരിക്കുന്ന കപ്പ എന്നാൽ എന്താണ്? വലിയൊരു ഔഷധം തന്നെയാണ്. അപ്പം വണ്ണം കുറയ്ക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ കപ്പയെ കൂട്ടുപിടിക്കരുത്. അതല്ല, വണ്ണം കൂട്ടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കപ്പയെ കൂട്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കണം, മാതാജി ഇത്രയും ഗുണങ്ങളുള്ളത് ഞങ്ങൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു 2 ദിവസം, വണ്ണം കൂടണ്ട എന്നുള്ളവർ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും കപ്പയുടെ എന്തെങ്കിലും ഒരു ഡിഷ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. കപ്പയിൽ എന്തെങ്കിലും ഒരു ഡിഷ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാം. ഹരേ കൃഷ്ണ. നമസ്തേ. നമസ്തേ, പറയൂ സർ. പറയൂ സർ. എപ്പോഴത്തേക്കാണ് സർ? നാളെ ഫുള്ളാണ് സർ. ഞാൻ നമ്പർ തരാം സർ, അതിലൊന്ന് വിളിച്ചു നോക്കൂ കേട്ടോ.
മഞ്ജരീസ് എന്ന് പറഞ്ഞിട്ടാണെന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞോളൂ, ഒന്ന് വിളിച്ചു നോക്കൂ സാർ. ഓക്കെ. ബിന്ദു അമ്മ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കപ്പയിലുണ്ട്, ഡിഷസ് കപ്പയിലുണ്ട്. അങ്ങനെയുള്ള വെറൈറ്റി ഡിഷസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വരും ക്ലാസ്സുകളിൽ പറഞ്ഞു തരും. അതിനനുസരിച്ച് നിങ്ങൾ കപ്പ ഉണ്ടാക്കുക, എന്നിട്ട് കഴിക്കുക. സന്ധിവാദം, ആമവാദം, അങ്ങനെയുള്ള വേദമല്ല വാദം, അങ്ങനെയുള്ള വാദങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരിക. നമ്മുടെ ആരോഗ്യം നന്നായി സംരക്ഷിക്കുക. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവും. ആരോഗ്യമുള്ള ഒരു മനസ്സിൽ ആരോഗ്യമുള്ള ഒരു ഭക്തി ഉണ്ടാവും. ആ ഭക്തിയിലൂടെ, കൃഷ്ണാവബോധത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? മുന്നോട്ട് പോകാം. ഹാപ്പിയാണോ? അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഗുരുവായൂർ മഞ്ജരീസിന്റെ പ്രഭാത മഞ്ജരിയിലൂടെ നമ്മൾ ശ്രീല പ്രഭുപാജിയുടെ ഗീതയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭഗവത്ഗീത യഥാരൂപത്തിൽ കർമ്മയോഗം എന്ന് പറയുന്ന 3ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നമ്മൾ ഇനി പഠിക്കുന്നത് 18ാമത്തെ ശ്ലോകമാണ്. ആ 18ാമത്തെ ശ്ലോകം എന്താന്ന് നമുക്ക് നോക്കാം അല്ലെ. നൈവാതസ്യാകൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചനാന ചാസ്യ സർവഭൂതേഷു കശ്ചിദർപ്പ വ്യാവശ്രയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മസാക്ഷാത്കാരം ലഭിച്ചവന് തനിക്ക് വിധിക്കപ്പെട്ട കർത്തവ്യം നിറവേറ്റുന്നത് കൊണ്ട് നേടാനായിട്ട് ഒന്നുമില്ല അല്ലെ. ആത്മസാക്ഷാത്കാരം നേടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ത്രിവേണി മാതാജി ഒന്ന് ക്ഷമിക്കൂ, ക്ലാസ് കഴിഞ്ഞിട്ട് മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടും, അല്ലെ എൻ്റെ മറ്റേ നമ്പറിലേക്ക് മെസ്സേജ് ഇടും, തരാം, വെയിറ്റ് ചെയ്യൂ. ഓക്കെ. നമുക്ക് ഒരാളുടെ പേഴ്സണൽ നമ്പർ ഇങ്ങനെ ലോകം മുഴുവൻ കാണുന്ന ലൈവിലൂടെ വിളിച്ചു പറയാൻ പറ്റുമോ? അത് തെറ്റല്ലേ? കസ്തൂരി മഞ്ഞളുണ്ട്, അത് അവർക്ക് അവരുടെ പേഴ്സണൽ, ഒരാളുടെ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന പേഴ്സണലാണ് അല്ലേ, നമ്മുടെ ട്രസ്റ്റിന്റെ നമ്പർ വിളിച്ചു പറയുന്ന പോലെ അല്ലല്ലോ. അപ്പം നമ്മൾ അതിനൊക്കെ ഒരു ക്ഷമ കാണിക്കും, ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പം ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾക്ക്, നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചിരിക്കുന്നത്? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് അല്ലെ. അല്ലാതെ കാലാകാലം നമ്മളിങ്ങനെ കഷ്ടപ്പാടുകളും സഹിച്ച് പല വിധത്തിലുള്ള പല പ്രയാസങ്ങളിലൂടെ നമ്മൾ ജീവിച്ചു പോകുന്നത് ശരിയല്ല. നമ്മൾ ഒരുപാട് വിഷമിച്ച് അല്ലെങ്കിൽ ദുഃഖങ്ങൾ അനുഭവിച്ച് ഒറ്റപ്പെട്ട് കരഞ്ഞ് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് നമ്മൾ അങ്ങനെ ജീവിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ജീവിതത്തിൽ ഒരു സമാധാനം കണ്ടെത്തണം. ആ സമാധാനമാണ് കൃഷ്ണനിൽ നിന്ന് നമുക്ക് വേണ്ടത്. ക്ലിയർ? അങ്ങനെ കൃഷ്ണനിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു സമാധാനത്തെ നമ്മൾ എന്തെന്നാ പറയാ? ആത്മസാക്ഷാത്കാരം എന്നാ പറയാ. അപ്പം ആത്മസാക്ഷാത്കാരം ആണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റണം. ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പോയിട്ട് ഏകാദശിയെക്കുറിച്ച് ഒരു ലൈവ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് മാതാജി, നമ്മുടെ പേജിലുണ്ട്. ഏകാദശി എങ്ങനെ എടുക്കണം, എന്ത് ചെയ്യാം, ഏതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഏകാദശി ലൈവ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ജപമാല എങ്ങനെ ജപിക്കണം എന്നുള്ള ലൈവ് ഇട്ടിട്ടുണ്ട്. അത് ആ പേജിൽ പോയി എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ അതൊരു സെഷനായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആത്മസാക്ഷാത്കാരം ലഭിക്കണമെങ്കിൽ നമ്മൾ കൊണ്ടുപോയി കുറേ നെയ്വിളക്ക് കത്തിച്ചുകൊണ്ടോ കുറേ പൂജകൾ ചെയ്തുകൊണ്ടോ പാൽപ്പായസം നടത്തിയതുകൊണ്ടും ആത്മസാക്ഷാത്കാരം ലഭിക്കില്ല. ആത്മസാക്ഷാത്കാരം ലഭിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിക്കുന്ന സമയത്ത് ആത്മസാക്ഷാത്കാരം നമുക്ക് ഉറപ്പാണ്. അങ്ങനെ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. എല്ലാ ആഗ്രഹങ്ങളെയും നമ്മൾ എന്ത് ചെയ്യും? ഭഗവാന്റെ തൃപ്പാദത്തിങ്കൽ നമ്മൾ സമർപ്പിക്കും. ഭഗവാനാണ് ഏറ്റവും വലുത്, ഭഗവാൻ മതി എന്ന മനോഭാവത്തിൽ നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം വന്നാലും ശരി, സങ്കടം വന്നാലും ശരി, വേദന വന്നാലും ശരി, ഒറ്റപ്പെടൽ വന്നാലും ശരി, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. കാരണം എന്താ? ഈ നമ്മുടെ ചുറ്റുപാട് കാണുന്ന ആളുകളെ കണ്ടിട്ടല്ല നമ്മൾ ജീവിതം തുടങ്ങിയത്. നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളിൽ നിന്ന് ഒന്നും വാങ്ങിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവർ നമ്മളെ ഇന്ന് സ്നേഹിക്കും, ഇന്ന് സഹായിക്കും, നാളെ അവർ അവരുടെ വഴിക്ക് പോകും. നമ്മളൊരു കാര്യം എന്നും മനസ്സിലൊരു കോട്ട്സ് ഓർത്ത് വെക്കണം. എന്താണെന്നറിയോ? നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പറയൂ. നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നു എങ്കിൽ നമ്മൾ ആ ഹൃദയത്തിലുണ്ടോ ഇല്ല എന്നാണോ അതിൻ്റെ അർത്ഥം? നമ്മളെക്കുറിച്ച് അവർ ചിന്തിക്കുമല്ലോ, ചിന്തിക്കുന്നത് കൊണ്ടല്ലേ നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹൃദയത്തിൽ ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ആൻസർ പറയൂ. അഡ്മിൻസിന് മെസ്സേജ് ഇടും, അഡ്മിൻസ് എടുത്തരും ജപമാലയുടെ വീഡിയോ, ഏകാദശി വീഡിയോ ഒക്കെ. നമ്മൾ അവരുടെ ഹൃദയത്തിലുണ്ട് എന്നാണ് അല്ലേ. ഉള്ളത് കൊണ്ടാണല്ലോ അവർ നമ്മളെ ഓർക്കുന്നത്, അവർ നമ്മളെ സ്നേഹിക്കുന്നത്. ചെയ്യാം. അപ്പോ ഉണ്ട്. ശരി, അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മളെ സ്നേഹിക്കുന്നവരാണോ വലുത്, നമ്മളെ വെറുക്കുന്നവരാണോ വലുത്? നമ്മളെ സ്നേഹിക്കുന്നവരാണോ വലുത്, നമ്മളെ വെറുക്കുന്നവരാണോ വലുത്? സ്നേഹിക്കുന്നതെങ്കിൽ എസ് എന്നിടാം,
സ്നേഹിക്കുന്നതെങ്കിൽ എസ് എന്നിടാം. വെറുക്കുന്നവരാണ് വലുതെങ്കിൽ എന്നിടാം. സ്നേഹിക്കുന്നവരാണ് വലുത്. ഓക്കെ, നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഹൃദയത്തിൽ നമ്മളുണ്ട്, സമ്മതിച്ചു. എന്നാൽ ഞാൻ പറയുന്നു, നമ്മളെ സ്നേഹിക്കുന്നവരെക്കാൾ കൂടുതൽ നമ്മളെ വെറുക്കുന്നവരുടെ ഹൃദയത്തിലാണ് നമ്മളുള്ളത്. അല്ല എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നമ്മളെ സ്നേഹിക്കുന്നവരെക്കാൾ കൂടുതൽ നമ്മളെ വെറുക്കുന്നവരുടെ ഹൃദയത്തിലാണ് നമ്മളുള്ളത്. സീരിയസ്ലി, ഞാൻ വെറുതെ പറയല്ല. നമുക്കൊരാളോട് ഒരു വെറുപ്പ് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വെച്ച് ഞാൻ പറയുന്നു, അവനെ എങ്ങനെ തകർക്കാം, അവനെ എങ്ങനെ ഒഴിവാക്കാം, അവനെ എങ്ങനെ നശിപ്പിക്കാം, അവനെ എങ്ങനെ ഇല്ലാതാക്കാം, ഇത് തന്നെയായിരിക്കും അവരുടെ ചിന്ത. ഇത് തന്നെയായിരിക്കും. എങ്ങനെ അവരെ ട്രബിളിൽ പെടുത്താം, അങ്ങനെ മാത്രം ചിന്തിക്കും. ദേഷ്യമുള്ളവരുടെ ഒരാളുടെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിലും നമ്മളുണ്ട്, നമ്മളെ വെറുക്കുന്നവരുടെ ഹൃദയത്തിലും നമ്മളുണ്ട്. ഒരേപോലെയുണ്ട്, ഒരു സംശയവും ഇല്ല. എനിക്ക് തോന്നുന്നു സ്നേഹിക്കുന്നവരെക്കാൾ കൂടുതൽ വെറുക്കുന്നവരുടെ ഹൃദയത്തിലാണുള്ളത്. വെറുക്കുന്നവരെ കുറിച്ചാണ് നമ്മൾ സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളും ഇറിറ്റേറ്റഡ് ആവും. അത് ആ വ്യക്തിയുടെ നാശമാണ്. അതവർ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഒരാളെ വെറുക്കുന്നുണ്ടെങ്കിൽ, ഓഫ് ഇങ്ങനെയൊരു സാധനം എന്നും പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? നമ്മൾ ആരും വലിയ പുണ്യാളന്മാരും അല്ല, വലിയ പുണ്യ പുരുഷന്മാരും അല്ല, ആത്മസാക്ഷാത്കാരം നേടിയ ആൾക്കാരും അല്ല. നമുക്ക് എല്ലാവരോടും, നമുക്ക് പലരോടും വെറുപ്പുണ്ട്, ദേഷ്യമുണ്ട്, വിദ്വേഷമുണ്ട്. പക്ഷെ നമ്മളത് പ്രകടിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം നമ്മൾ ഇന്ന് കൃഷ്ണാവബോധത്തിലൂടെയാണ് ജീവിക്കുന്നത്. മുൻകാലങ്ങളിലാണെങ്കിൽ നമ്മളത് പ്രകടിപ്പിക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ കൃഷ്ണാവബോധത്തിലൂടെ വന്നു, നമ്മൾ കൃഷ്ണനെ അടുത്തറിഞ്ഞു. അങ്ങനെ ഒരു വികാരം നമ്മൾക്ക് വേണ്ട എന്ന് നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു. അതുകൊണ്ട് നമുക്ക് അവരോട് യാതൊരു വികാരവും ഇല്ല. എന്നാൽ അവർ നമ്മുടെ ഹൃദയത്തിലുണ്ട്, അല്ലെ? ഇങ്ങനെയാണ് ആസ് യൂഷ്വൽ ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ ഒരു കിടപ്പ്. അപ്പോ ഈ വെറുക്കുന്ന വ്യക്തികളെ, സ്നേഹിക്കുന്ന വ്യക്തികളെക്കാൾ കൂടുതൽ നമ്മളെ ആരാണോ വെറുക്കുന്നത് അവരുടെ ഹൃദയത്തിലാണ് നമ്മൾ കൂടുതലായിട്ടുള്ളത്. മനസ്സിലാക്കണം, അവരുടെ ഹൃദയത്തിലാണ് നമ്മൾ കൂടുതലായിട്ടുള്ളത്. അപ്പൊ കൃഷ്ണാവബോധത്തിൽ ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എന്താ ചെയ്യാന്ന് പറയാം, അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, എങ്ങനെ എന്താ പറയാ, എങ്ങനെ അവരെ ഒഴിവാക്കാം. അതെ, അങ്ങനെ നമ്മൾ ഒരാൾ നശിക്കണം, അല്ലെ അവരെ നശിപ്പിക്കണം, അവരെ ഒഴിവാക്കണം, അവരെ ഇല്ലായ്മ ചെയ്യണം എന്ന് കരുതിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം നാശത്തിലേക്കേ പോകും. ഉറപ്പായിട്ടും നാശത്തിലേക്ക് പോകും. അപ്പോൾ അവരുടെ മനസ്സ്, അവരുടെ ചിന്ത, അവരുടെ വാക്ക്, അവരുടെ പ്രവൃത്തി എല്ലാം ഒരു നെഗറ്റീവ് ആയിരിക്കും, ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആയിരിക്കും. ആ നെഗറ്റീവ് അവരെ തന്നെ ഇല്ലാതെ ആക്കിക്കളയും. അവരുടെ ജീവിതത്തിൽ നിന്ന് ഐശ്വര്യ ദേവത തന്നെ മാറി നിൽക്കും. മനസ്സിലായില്ലേ? അവരുടെ ജീവിതത്തിൽ കൃഷ്ണൻ ഒരിക്കലും വരില്ല. കാരണം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സാത്വിക ഗുണസമ്പൂർണമാണ്. അപ്പൊ കൃഷ്ണൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കൃഷ്ണൻ മാറിയാൽ ഐശ്വര്യ ദേവത മാറിപ്പോവും. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ എന്താ ഉണ്ടാവാന്നറിയാമോ? ഉറപ്പായിട്ടും അവർ നശിച്ചു പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ഒരാളോട് ഇഷ്ടമില്ല എങ്കിൽ നമുക്ക് അവരെ മറക്കാൻ കഴിയില്ല. അതൊരിക്കലും സാധിക്കാത്ത കാര്യമാണ്. ഒരിക്കലും സാധിക്കില്ല. നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത വ്യക്തികളുടെ ലിസ്റ്റ് ആയിരിക്കും നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. ഇനി ഇതേപോലെ തന്നെ കുറച്ചും കൂടെ കൂടുതലുള്ളത് ആരായിരിക്കും എന്നറിയോ? നമ്മൾ അത്രയും ഹൃദയത്തോടു കൂടി ചേർത്ത് വെച്ച് പ്രണയിക്കുന്ന ഒരാള്. നമ്മൾ അത്രയും ഹൃദയത്തോടു കൂടി ചേർത്ത് വെച്ച് പ്രണയിക്കുന്ന ഒരാളും നമ്മുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനത്തായിരിക്കും. അവരുടെ മെസ്സേജ് വന്നോ, അവരുടെ കോള് വന്നോ, അവരെന്ത് DP ഇട്ടു, അവരെന്ത് സ്റ്റാറ്റസ് ഇട്ടു, അവരെനിക്ക് നേരത്തെ അയച്ച മെസ്സേജുകൾ എന്താണ്, ഇതാണ് അവരുടെ ചിന്ത. ഇത് എല്ലാവർക്കുള്ളിലും ഉള്ള കാര്യമാണ്. ഞാൻ എന്തിനാ ഇല്ല എന്ന് പറയേണ്ട കാര്യം? ഉള്ള കാര്യമാണ്. ചിലപ്പോൾ അവർ പോലും അറിയാതെ അവർ നമ്മൾ പ്രണയിക്കും, നമ്മൾ പോലും അറിയാതെ നമ്മൾ അവരെ പ്രണയിക്കും. ഇതൊക്കെയാണ് ലോകത്ത് ഉള്ള കാര്യങ്ങൾ, അല്ലേ? അപ്പം ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വ്യക്തികൾ നമ്മുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാവും. ഒന്ന് നമ്മൾക്ക് ഭയങ്കര ദേഷ്യമുള്ള വ്യക്തികൾ, ഒന്ന് നമ്മൾ ആരും അറിയാതെ പ്രണയിക്കുന്നവർ, അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞ് പ്രണയിക്കുന്നവർ. ഈ രണ്ട് വ്യക്തികൾ നമ്മുടെ ഞാൻ എപ്പോഴും അമ്മൂസിന്റെ മെസ്സേജ് കാത്തിരിക്കാറുണ്ടെന്ന്. സുജുവേ ചങ്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ക്ലിയർ?
അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, സത്യമല്ലേ? എന്നാൽ അത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ കൃഷ്ണനില്ല. സത്യമായ കാര്യമാണ്, സത്യമായ കാര്യമാണ്. അത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ കൃഷ്ണനില്ല. മാതാജി, ഞാൻ അതിതീവ്രമായ ഭക്തയാണ് എന്നൊന്നും പറഞ്ഞാൽ ഞാൻ അംഗീകരിച്ചു തരൂല. കാരണം അത് കൃഷ്ണനും നന്നായിട്ട് അറിയാം. കൃഷ്ണനും നന്നായിട്ട് അറിയാം നമ്മൾ കൃഷ്ണനെ എത്ര പെർസെൻറ്റേജ് ആണ് ഓർമ്മകളിൽ സൂക്ഷിക്കുന്നതെന്ന് കൃഷ്ണന് നന്നായിട്ടറിയാം. ഞാൻ പറയും, അല്ലെങ്കിൽ നമ്മൾ പറയും, 100% സ്നേഹിക്കണം, 100% ഭഗവാനോട് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, എന്തും സർവം കൃഷ്ണാർപ്പണമസ്തു എന്നൊക്കെ എനിക്കിവിടെ ഇരുന്ന് ഘോരം പറയാം. പക്ഷെ യാഥാർത്ഥ്യം പറയാനാണ് എനിക്കിഷ്ടം. അത്രത്തോളം കൃഷ്ണൻ നമ്മുടെ ഹൃദയത്തിൽ ഇല്ല. ഒന്ന്, നമ്മളെ വെറുക്കുന്ന വ്യക്തികൾ, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വെറുക്കുന്ന വ്യക്തികളുടെ കാര്യം നമ്മൾ ആലോചിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പ്രണയിക്കുന്ന ഒരാളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുള്ളൂ. ആലോചിച്ച് നോക്കൂ. ഒരു ഫോർമാലിറ്റിക്ക് അല്ലെങ്കിൽ നമ്മളുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊരു പ്രാർത്ഥനയുണ്ടാവും. അതർവൈസ് ഈ രണ്ട് കാര്യങ്ങളായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും ടോപ്പസ്റ്റ് ലെവലിൽ നിൽക്കുന്നത്. ഓക്കെ, ഭഗവാൻ അതിന് എതിരൊന്നും പറയുന്നില്ല. ഭഗവാൻ എന്താ പറയുന്നതെന്ന് അറിയോ? യെസ്, അമ്മു ആൻഡ് അമ്പിളി വൺ തന്നെ. എൻ്റെ പെറ്റ് നെയിമാണ് അമ്മു എന്നുള്ളത്. അത് സന്തോഷേട്ടൻ ഇത്രയും നാളായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണൻ അത്രത്തോളം നമ്മളോട് ഇങ്ങനെ ചെയ്യണം ഒന്നും പറയുന്നില്ല. കൃഷ്ണൻ പറയുന്നത് നിങ്ങൾ എത്ര വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആലോചിച്ചോളൂ. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് നിങ്ങൾ എന്നെ ആലോചിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? കൃഷ്ണൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കൃഷ്ണനെ ഒരു സെക്കൻഡ് ആലോചിക്കാനാണ്. 24 മണിക്കൂർ തന്നിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം കൃഷ്ണനെ ആലോചിക്കാനാണ് കൃഷ്ണൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആരെയും ഓർക്കാൻ ഇപ്പോൾ ഇഷ്ടമില്ല. അതൊക്കെ ഒരു വിരക്തി എന്നൊന്നും പറയാൻ പറ്റില്ല മാതാജി. അതെല്ലാം ജീവിതത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം 2023 ഇരുന്നു കൊണ്ട് ഞാനിപ്പം ആരെയും ആലോചിക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അംഗീകരിക്കില്ല, ഒരിക്കലും അംഗീകരിക്കില്ല. അത്രയും അംഗീകരിക്കില്ല കൃഷ്ണൻ. കാരണം കൃഷ്ണനോട് അടുത്ത വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ഒരു വേറെ ലൈഫാണ്. ആ ലൈഫിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. കാരണം അത്രയും സംഭവമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ കൃഷ്ണനോട് നമ്മൾ അടുക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് അത്രയും ക്ലീൻ ആയിരിക്കണം. അത്രയും ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്ലീൻ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അത്രയും അടുക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ പ്യൂരിഫൈഡ് ആയിരിക്കണം നമ്മുടെ മൈൻഡ്. എന്നാലേ കൃഷ്ണനോട് നമുക്ക് അത്രയും അടുക്കാൻ പറ്റും. നമ്മൾ സാധാരണക്കാരെ പോലെ കൃഷ്ണനെ ഇത്രയെന്ന് പറഞ്ഞ് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ എന്തോ കൃഷ്ണനുമായിട്ട് അത്രേതാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അല്ല, നമ്മൾ കൃഷ്ണനോട് അടുക്കണമെങ്കിൽ നമ്മളെ മൈൻഡ് അത്രയും പ്യൂറായിരിക്കണം. അത്രയും പ്യൂർ ആവണമെങ്കിൽ നമ്മളുടെ മൈൻഡിൽ ഒരു തരത്തിലുള്ള കളങ്കവും ഉണ്ടാവരുത്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ മനസ്സ് ക്ലീൻ ആയിരിക്കണം, നമ്മുടെ ഭക്ഷണം ക്ലീൻ ആയിരിക്കണം. മനസ്സിലായില്ലേ? താങ്ക് യു സന്തോഷിട്ടാ. നമ്മുടെ മനസ്സ് ക്ലീൻ ആയിരിക്കണം, നമ്മളുടെ സംസാരം നീറ്റായിരിക്കണം, നമ്മളുടെ ചിന്തകൾ നീറ്റായിരിക്കണം. എല്ലാ അർത്ഥത്തിലും. ഈവൻ നമ്മൾ നമ്മുടെ മക്കളോട് പോലും ബഹളം ഉണ്ടാക്കാൻ പോകരുത്, നമ്മുടെ ഭർത്താവിനോട് പോലും ബഹളം ഉണ്ടാക്കരുത്. നമ്മൾക്ക് എന്തുണ്ടോ അതിൽ ജീവിക്കണം, പരാതികളേ ഉണ്ടാവരുത്. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് നമ്മുടെ വീട് ജപ്തി ചെയ്ത് പോവുകയാണെങ്കിലും ഹരേ കൃഷ്ണ എന്ന ഭാവത്തിലിരിക്കണം. ഒരു തുള്ളി കണ്ണുനീര് കണ്ണിൽ നിന്ന് വരരുത്. ഭഗവാന്റെ വീട് ഭഗവാൻ എടുത്തു, ഞാൻ തറയിലാ കിടക്കണമെങ്കിൽ ഓക്കെ. ഇനി വാടക വീട്ടിലാണെങ്കിൽ വീടില്ലേ, ഭഗവാൻ തരുന്നുണ്ടേ തരട്ടെ, നമുക്കെന്ത്, എനിക്ക് ഹരേ കൃഷ്ണ ജപിച്ചാൽ മതി. ഈ രീതിയിൽ നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സ് തുറന്ന് സത്യസന്ധമായി പറയണം. കാരണം കിച്ചൂടനും ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ടു ബി ഫ്രാങ്ക്ലി എനിക്ക് പറ്റില്ല. ഞാൻ ഓപ്പൺലി പറയണം, എന്നെ കൊണ്ട് പറ്റില്ല. അത്രയ്ക്കൊന്നും ഭക്തിയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല, ഒരിക്കലും എത്തിയിട്ടില്ല. എന്തിനാ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ഞാൻ എത്തിയിട്ടില്ല. എത്താൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അതാണ് കൃഷ്ണാവബോധം. ഞാൻ നിങ്ങൾക്ക് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. വെറും ഒരു ഗീത വായിച്ച് ശ്ലോകം വായിച്ച് വെറുതെ ഞാൻ പറഞ്ഞ അർത്ഥം പറഞ്ഞു പോകണമല്ല. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മുടെ ജീവിതം എന്താണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മനസ്സിലായില്ലേ? അതെ, ആർക്കും പറ്റില്ല അങ്ങനെ എത്താൻ. നമ്മുടെ മക്കൾ നമ്മളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഓ ഹരേ കൃഷ്ണ മക്കളെ
എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മുടെ മക്കളൊന്ന് പരീക്ഷയിൽ തോറ്റാൽ, ജീവിതത്തിൽ തോറ്റുപോയാൽ, പോട്ടെ ഭഗവാന്റെ നിശ്ചയം അതായിരിക്കും എന്നും പറയാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ മക്കൾ നന്നായിരിക്കണം, നമ്മൾ നന്നായിരിക്കണം, നല്ല വീടുണ്ടാവണം, നല്ല കാർ വേണം, നമുക്ക് ബാങ്ക് ബാലൻസ് വേണം, നല്ല ജോലി വേണം. ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. ഇനി എല്ലാം പോട്ടെ, എല്ലാം വിട്, ഇനി ഇതൊന്നും അല്ല എങ്കിൽ ഒരു ഫംഗ്ഷന് പോവാണ്, നിങ്ങൾക്ക് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് എനിക്കിനി ഈ ലോകത്തുള്ള കളർ വസ്ത്രങ്ങളൊന്നും വേണ്ട, ഞാൻ മുടിയൊക്കെ മൊട്ടയടിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു, ഗോപീചന്ദനമൊക്കെ തൊട്ട് ഞാൻ ചുറ്റുപാടുകളോടൊന്നും സംസാരിക്കാതെ എൻ്റെ ജോലിക്ക് പോകുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു, ഞാനൊരു ഭക്ഷണം കഴിക്കുന്നു, അധികം ആരോടും സംസാരിക്കുന്നില്ല, ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? കാരണം നമ്മൾ ഈ മുടി മൊട്ടയടിക്കുന്നതും നമ്മൾ ഈ ഗോപീചന്ദനം വരയ്ക്കുന്നതും പിന്നിൽ ശിഖ വയ്ക്കുന്നത് ഇതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷെ ഇതൊക്കെ ഭഗവാനോടുള്ള ഒരു സിമ്പലുമാണ്. ഒപ്പം നമ്മളുടെ ഇതായിരിക്കുന്ന ശരീര സൗന്ദര്യം കൊണ്ട് ആരും നമ്മളിൽ ആകർഷിക്കപ്പെടരുത് എന്നൊരു ലോജിക്കും കൂടെ ഇതിന്റെ പിന്നിലുണ്ട്. മനസ്സിലാവുന്നില്ലേ? അങ്ങനെ ഒരു ലോജിക്കും കൂടെ ഉണ്ട്. അങ്ങനെ എത്ര പേർക്ക് പറ്റും? നമുക്കൊന്നും പറ്റില്ല, ഒരിക്കലും പറ്റില്ല. എന്നാൽ അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളുണ്ട്. അതിലെത്ര പേരാണ് അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് ചെയ്തത്? അങ്ങനെ ജീവിക്കുന്ന എല്ലാ ആൾക്കാരും മനസ്സുകൊണ്ട് കംപ്ലീറ്റ് ഡെഡിക്കേഷനിലും അല്ല ജീവിക്കുന്നത്. കൈവിരലിൽ എണ്ണാവുന്ന വ്യക്തികൾ മാത്രമാണ് സ്വമേധയാ ഇതെല്ലാം അംഗീകരിച്ച് ആ രീതിയിൽ ജീവിക്കുന്നത്. നമ്മുടെ ജയപതാക് മഹാരാജിനെ പോലെയുള്ള ആൾക്കാർ, മനസ്സിലാവുന്നുണ്ട്? അങ്ങനെയുള്ള ആൾക്കാർ. ബാക്കിയെല്ലാം ഏതോ വഴികളിലൂടെ അങ്ങനെ എത്തിപ്പെട്ടു, ഇനി അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, എന്നാൽ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട്. ഇതാണ് മുൻകാലങ്ങളിൽ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത്, നമ്മൾ ഉള്ളിൽ ആഗ്രഹങ്ങൾ വെച്ചിട്ട് പുറമേ മറ്റൊന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകും. അത് ഏറ്റവും വലിയ ചതിയാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഉള്ളിൽ ആഗ്രഹങ്ങൾ വെച്ചിട്ട്, അയ്യോ എനിക്ക് ചെമ്മീൻ ഫ്രൈ വലിയ ഇഷ്ടമാണ്, കൃഷ്ണാവബോധത്തിലൊക്കെ വന്ന് 16 മാലയൊക്കെ ജപിച്ചു തുടങ്ങി, ഇനി കഴിക്കാൻ പറ്റില്ല, ആ പോട്ട് എന്ത് ചെയ്യാൻ പറ്റും? പാടില്ല, ഇത് പാടില്ല. നമ്മൾക്ക് വേണ്ട എങ്കിൽ വേണ്ട, അത് മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കണം. മനസ്സിൽ ആഗ്രഹം വെച്ചിട്ട് പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് ഭഗവാനോട് ചെയ്യുന്ന വലിയ ചതിയാണ്. അപ്പൊ ഈ കൃഷ്ണാവബോധം എന്ന് നമ്മൾ പറയുമ്പോൾ കൃഷ്ണാവബോധം എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഭഗവാനിലേക്ക് അടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൂടെ അല്ല, നമ്മൾ സ്വമേധയാ ഹൃദയം കൊണ്ട് ഭഗവാനോട് അടുക്കണം. ഹൃദയം കൊണ്ട് അടുത്ത് വരുമ്പോൾ പല 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 കാര്യങ്ങളും, ഒരു ചെടിയിലുള്ള ഇലകൾ, പഴയ ഇലകൾ എങ്ങനെയാണോ കരിഞ്ഞ് താഴെ പോകുന്നത്, അതേപോലെ നമ്മുടെ ജീവിതത്തിലെ പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ പൊഴിഞ്ഞു പോകും. അത് നല്ല നല്ല ബന്ധങ്ങളാവാം, നല്ല നല്ല സാഹചര്യങ്ങളാവാം, നല്ല ജോലിയാവാം. കാരണം നമ്മൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വരും. അങ്ങനെ പുറത്തു വരുമ്പോൾ നമ്മൾക്ക് ദുഃഖങ്ങൾ വരും, അല്ലേ? ദുഃഖങ്ങൾ വരുന്നത് എപ്പോഴാണ്? നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ, നമ്മൾ ആഗ്രഹത്തോടു കൂടി ഹൃദയത്തോടു കൂടി ചേർത്ത് വെച്ചത് നഷ്ടപ്പെടുമ്പോൾ, അല്ലേ? അപ്പോഴല്ലേ ദുഃഖം വരിക. ഈവൻ നമ്മൾക്കൊരു അസുഖം വരുമ്പോൾ നമുക്ക് ദുഃഖം വരുന്നു. കാരണം അയ്യോ എൻ്റെ ശരീരം, ആ ചിന്തയാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. നമ്മൾക്ക് നല്ലൊരു വീടുണ്ട്, ആ വീട് വെള്ളപ്പൊക്കത്തിൽ പോയി, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അങ്ങനെ പോയി, എന്തുകൊണ്ട് ദുഃഖം വരുന്നു? അയ്യോ എൻ്റെ നല്ല വീട് പോയി. അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ്, അതിനോടുള്ള ഒരു ആഗ്രഹം, ആവശ്യകത ഉണ്ടെങ്കിൽ കൂടിയും അതിനോടുള്ള ഒരു ആഗ്രഹം. ഇനി അതും പോട്ടെ, നമ്മൾക്ക് നല്ലൊരു ജോലിയുണ്ട്, അപ്പൊ ആ ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, ആ ജോലിയിൽ നിന്ന് അകാരണമായി നമ്മളെ പിരിച്ചുവിട്ടു. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കും? ഞാൻ നല്ലൊരു പൊസിഷനിലായിരുന്നു, എൻ്റെ ജോലി പോയി, എൻ്റെ ശമ്പളം പോയി, ഇനി ഞാൻ അങ്ങനെ പരിഹസിക്കപ്പെടും, എനിക്കില്ല, ഞാൻ ഇപ്പൊ പഴയതിനേക്കാൾ കഷ്ടപ്പെടേണ്ടി വരുന്നു. അപ്പോഴും അവിടെ നമ്മൾക്ക് ഒരു ഇന്ദ്രിയ സുഖാനുഭൂതിയെയാണ് നമ്മൾ മൈൻഡിൽ വെക്കുന്നത്. ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ നേടിയതും നമ്മുടെ കൈകളിൽ നിന്ന് പോകുമ്പോഴാണ് നമുക്ക് ദുഃഖം വരുന്നത്. ഈ ദുഃഖത്തിലാണ് നമ്മൾ ആരെ തേടുന്നത്? ഈശ്വരനെ തേടുന്നത്. ക്ലിയർ? അപ്പോ ഈശ്വരനെ തേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ദുഃഖം വരും, ദുഃഖം വന്നിരിക്കും. കാരണം അവൻ തേടുന്നത് 100 അവന്റെ കയ്യിൽ നിന്ന് പോകുന്നതെങ്കിൽ 1000 അവൻ നടന്നെടുക്കുന്നത്. അതവൻ അറിയുന്നില്ല. മനസ്സിലായില്ലേ? 100 ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പോകുന്നത് എങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന 1000 അവൻ നടന്നെടുക്കുന്നത്. അതവൻ അറിയുന്നില്ല.
അവൻ കാണുന്നത് അവന്റെ ആ ഒരു ഇട്ടാവട്ടത്ത് ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെ ആ വ്യക്തി കാണുന്നത് അവന്റെ കയ്യിൽ നിന്ന് പോയ 100 പക്ഷെ ഭഗവാൻ കൊടുക്കാനിരിക്കുന്ന 1000 ആ വ്യക്തി കാണുന്നില്ല. ചിന്തിക്കണം. ഭഗവാൻ കൊടുക്കാനിരിക്കുന്ന 1000 ആ വ്യക്തി കാണുന്നില്ല. ആലോചിച്ചു. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടെന്ന് ഓർത്തു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു ദുഃഖം വരുന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷ്ണനോട് അടുക്കുകയാണ്, കൃഷ്ണനെ നമ്മൾ തേടുകയാണ്, നമ്മൾ അന്വേഷിക്കുകയാണ്, കൃഷ്ണൻ നമ്മളിലേക്ക് വരികയാണ്. അതൊരു അസുഖത്തിന്റെ രൂപത്തിലായാലും ശരി, എന്തൊരു നഷ്ടത്തിന്റെ രൂപത്തിലാണെങ്കിലും ശരി. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്ന് ഓർത്തു കഴിഞ്ഞാൽ, എന്താണ് എന്താ രാജി ഇങ്ങനെയാണോ ചോദിക്കുന്നത്? കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കും, അപ്പം മനസ്സിലാവും. ഇങ്ങനെയല്ല ചോദിക്കേണ്ടത്. മനസ്സിലായില്ലേ? അമ്പിളി മാതാജി, നിങ്ങൾക്ക് ഒരു രോഗം വരണം അപ്പോഴേ കൃഷ്ണനുള്ള ഭക്തി എന്താണെന്ന് എന്നറിയുള്ളൂ. ഒരു വ്യക്തി എന്താണെന്നും അവരുടെ മനസ്സറിയാൻ ഒരിക്കലും പറ്റില്ല. എനിക്ക് അസുഖങ്ങളില്ലെന്നാണോ പറയുന്നത്? ആവശ്യത്തിലേറെയുണ്ട്. പക്ഷെ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതേ നടക്കൂ. എല്ലാവർക്കും അസുഖം വരും. അസുഖം വരാതെ ആരും മരിക്കില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത്. വേറിട്ട് ചിന്തിക്കൂ. നമ്മൾ ഒരു കാര്യം പറയുമ്പം അതിന്റെ ഒരു പോയിന്റിൽ പിടിച്ച് ചിന്തിക്കാതെ അതിന് 4 വശവും ചിന്തിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, പോട്ടെ. അത് അവർ പുതിയ ആളാണ് നമ്മുടെ മഞ്ജരീസിൽ, അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാവത്തെ. അല്ലെ അവിടെയും ഇവിടെയും മാത്രം വീഡിയോ കണ്ടു വന്ന ഒരാളാണ്. എനിവേ, അതല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇപ്പോ എല്ലാ സുഖ സൗകര്യങ്ങളിലും ജീവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഒരിക്കലും ഈശ്വരനെ തേടേണ്ട കാര്യമില്ല. തേടില്ല. അവൻ ഉറപ്പായിട്ടും തേടില്ല. നമുക്ക് ചുറ്റും പണം, നമുക്ക് ചുറ്റും നല്ല സൗകര്യങ്ങൾ, നല്ല ജോലി, പ്രശസ്തി, അതുപോലെ എന്താ പറയുക, സൗകര്യങ്ങൾ, ആരോഗ്യം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഈശ്വരനെ തേടില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് എന്താ പറയാ, ഒന്ന് തളർന്നു പോയാൽ, ഒന്ന് തകർന്നു പോയാൽ നമ്മൾ ആരെ തേടും? ഈശ്വരനെ തേടും. ഇല്ലേ? ഈശ്വരന്റെ അടുത്തേക്ക് എത്തും. ആരോഗ്യം ഉണ്ടായ സമയത്ത് അഹങ്കാരത്തോടെ ജീവിക്കുന്ന എത്ര പേരെ നമുക്ക് കാണാം. ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെ തേടുന്നത് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്നും മനസ്സിലാക്കണം, നമ്മളുടെ ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ വരുന്നത്, അസുഖങ്ങൾ വരുന്നത്, തളർന്നു പോകുന്നത് നമ്മൾ ഈശ്വരനെ തേടാനുള്ളൊരു വഴിയാണ്. അത് മനസ്സിലാക്കണം. നമ്മൾക്ക് ഈശ്വരനെ അറിയാൻ ഈശ്വരൻ നമ്മൾക്ക് മുമ്പിൽ വരുന്ന ഒരു സാഹചര്യമാണത്. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ തളർന്നു പോവരുത്. ഞാൻ ഇത്രയും കാലം ഈശ്വരനെ വിളിച്ചിട്ടും ഭഗവാൻ എന്താ കണ്ണു തുറക്കാത്തത് എന്നൊരു ചിന്തയെ നമുക്ക് പാടില്ല. അതെ, അടി തെറ്റിയാൽ ഈശ്വരൻ ആരായാലും തേടിയിരിക്കും, ഉറപ്പാണ്. നമ്മൾ അപ്പം എന്ത് ചെയ്യണം? അടി തെറ്റാതെ നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ ഈശ്വരനെ തേടണം. അതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ആദ്യമേ ഈശ്വരനെ തേടണം. ശ്രീല പ്രഭുപാജിയൊക്കെ ചെയ്തതുപോലെ തുടക്കമേ നമ്മൾ ഈശ്വരനെ തേടണം. അങ്ങനെ തേടുമ്പോൾ നമ്മൾ എന്നും ഈശ്വരനോട് ഇങ്ങനെ അടുത്തിരിക്കും. അങ്ങനെ അടുത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് പേടിക്കണ്ട. നമ്മുടെ കയ്യിൽ ഞാൻ പറയാം, യാത്ര ചെയ്യാനുള്ള ഒരു കൺഫേം ടിക്കറ്റ് ഉണ്ട്. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യാണ്, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാണ്, കൺഫേം ടിക്കറ്റ് ഉണ്ട്. നമുക്ക് സുഖമായിട്ട് ഉറപ്പായിട്ട് നമുക്കതിൽ നല്ല ധൈര്യത്തോടു കൂടി യാത്ര ചെയ്യാം, അല്ലെ? അങ്ങനെ ഒരു കൺഫേം ടിക്കറ്റ് ഇല്ലാതെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ, ഈശ്വര നമുക്ക് ടിക്കറ്റ് കിട്ടുമോ, അല്ലെ കാണാൻ പറ്റുമോ, അല്ലെ യാത്ര ചെയ്യാം, അങ്ങനെ ഒരു ചിന്ത നമുക്കുള്ളിലുണ്ടാവും. അപ്പോൾ ഈശ്വരനെ ആദ്യമേ തേടിയൊരു വ്യക്തിയാണെങ്കിൽ ഈശ്വരനോട് അടുത്ത് ജീവിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മനസ്സിലായി? എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈശ്വരനുണ്ട്. ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട്. എന്ത് പ്രയാസം ജീവിതത്തിൽ വന്നോട്ടെ, ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മളൊരു പ്രയാസം വരുമ്പോൾ തേടുന്ന ഒരു അത്താണിയാക്കി മാറ്റരുത് ഈശ്വരനെ. പ്രയാസങ്ങളൊക്കെ വരുന്നതിന് മുൻപേ തേടിക്കൊണ്ടിരിക്കുക. വലിയ ഭക്തർക്കൊക്കെ ക്യാൻസർ വരാറുണ്ട്, ഇല്ലേ? അപ്പം നമ്മൾ വിചാരിക്കും, ഇത്രയും ഭക്തിയിൽ നടന്നിട്ട് അവർക്ക് എന്താ ഇത്രയും കഷ്ടപ്പാട്, ഇത്രയും അസുഖങ്ങൾ? ഒന്ന്, മുജ്ജന്മ കർമ്മഫലം. 2, നമ്മൾ എന്തായാലും ഈ ലോകത്ത് നിന്ന് പോകേണ്ടവരാണ്. അതിനൊരു കാരണം കൺഫേമാണ്, എന്തായാലും കൺഫേമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കഷ്ടപ്പാടുകളിൽ തേടേണ്ട ഒരാളല്ല ഈശ്വരൻ എന്ന് പറയുന്നത്. ആദ്യമേ ഈശ്വരനെ തേടുക, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുക.
ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ആത്മസാക്ഷാത്കാരം സാധ്യമാക്കാനാണ്. ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നത് ആരിലൂടെയാണ്? കൃഷ്ണനിലൂടെയാണ്. വേറെ എവിടെന്നും കിട്ടില്ല. അപ്പൊ ആ ആത്മസാക്ഷാത്കാരം നമുക്ക് ലഭിക്കണം എങ്കിൽ നമ്മൾ കൃഷ്ണനെ അറിഞ്ഞിരിക്കണം. കൃഷ്ണനെ അറിയുന്നത് എങ്ങനെയാണ്? കൃഷ്ണാവബോധത്തിലൂടെ. കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? യമനിയമങ്ങൾ പാലിക്കുക, ഗീത വായിക്കുക, ജപിക്കുക, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, ഇതെല്ലാം കൂടി കൂടും എന്തായി? കൃഷ്ണാവബോധമായി. ആ കൃഷ്ണാവബോധത്തിലൂടെ ഇങ്ങനെ വരുമ്പോൾ എന്തായി? ആത്മസാക്ഷാത്കാരമായി. ആത്മസാക്ഷാത്കാരം വരുമ്പോൾ കൃഷ്ണപ്രേമമായി. കൃഷ്ണപ്രേമം വരുമ്പോൾ മോക്ഷമായി. ഇതാണൊരു മനുഷ്യ ജീവിതം. മനസ്സിലാവുന്നില്ലേ? ഇതാണൊരു മനുഷ്യ ജീവിതം. അപ്പോ നമ്മൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത് എങ്കിൽ നമുക്കൊരിക്കലും ഈ ലോകത്ത് നിന്ന് ഒന്നും എടുത്തോണ്ട് പോകാനില്ല. ഒന്നും എടുത്തോണ്ട് പോകാനില്ല. ഇതാണ് നമ്മളോട് 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കാരണം നമ്മൾ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഭഗവാൻ മതി. ആ വ്യക്തിക്ക്, അവന് മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതില്ല എന്നാ പറയുന്നത്, അല്ലെ? കൃഷ്ണൻ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ മറ്റുള്ള കാര്യങ്ങൾ ആശ്രയിക്കുന്നത്? ഇപ്പോൾ എനിക്ക് കുറച്ച് തുളസി വേണം. നിങ്ങൾ രാവിലെ കണ്ടു, ഞാൻ ഇന്നലെ തുളസി പറിച്ചു വെക്കാൻ മറന്നുപോയി. മറന്നതുമല്ല, ഞാൻ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് പറിച്ചു വെക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഭഗവാനെ, ഇന്നിപ്പം ഏകാദശിയാണ്, തുളസി പറിക്കാൻ ഒരു നിവർത്തിയില്ല, അങ്ങേക്ക് നിവേദ്യം വെച്ചിരിക്കുന്നു, എന്ത് ചെയ്യും എന്നൊരു ചിന്തയായി. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരാളെയും ആശ്രയിക്കേണ്ടി വന്നില്ല. എന്തായി? കിച്ചൂട്ടൻ ആ തുളസി ഇവിടെ എത്തിച്ചു, അല്ലേ? കിച്ചൂട്ടൻ ആ തുളസി ഇവിടെ എത്തിച്ചു. യോഗം ക്ഷേമം വഹാമ്യഹ. നമ്മൾക്ക് എന്താണോ ആവശ്യം അത് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന ഒരാളാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. നമ്മളുടെ ആവശ്യം എന്താണെന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന ഒരാളാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ചിന്തിക്കണം. കൃഷ്ണൻ കൃത്യമായിട്ട് കറക്റ്റായിട്ട് നമുക്ക് കൊണ്ടുവന്ന് തരും. പാടില്ല ജിഷ മാതാജി, ഏകാദശിയുടെ ലൈവ് എടുത്ത് കാണൂ. കൃത്യമായിട്ട് കൊണ്ടുതരും. നമ്മളായിട്ട് അതിൻ്റെ ഒന്നിൻ്റെയും പിന്നാലെ പോണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ വീട്ടിലിരുന്നിട്ട് കൃഷ്ണാന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഭക്ഷണം കൊണ്ടുതരും എന്നല്ല പറഞ്ഞത്. അതിന് വേറെ ഒരു ക്യാപ്ഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്തിരുന്നു? അതിന് കർമ്മം ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് വേണം? കൃഷ്ണനുമായിട്ടൊരു ആത്മബന്ധം നമ്മൾ സൂക്ഷിക്കണം. ഈ ആത്മബന്ധം സൂക്ഷിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ആത്മസാക്ഷാത്കാരവും കൃഷ്ണപ്രേമവും ഭക്തിയും മുക്തിയും ഒക്കെ നമുക്ക് സാധ്യമാവുന്നത്. ആത്മജ്ഞാനിക്ക് വിധിവിഹിതമായിരിക്കുന്ന ഒരു കർമ്മവും ചെയ്യേണ്ട കാര്യമില്ല. ഭഗവാനെ അറിയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നമ്മൾ മറ്റു തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകണ്ട. നമ്മൾ ഭഗവാനെ അറിയുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ മുന്നോട്ട് പോകണം. ഇത്രയും മതി. ബാക്കി ഭഗവാൻ കൃത്യമായി നോക്കും. പക്ഷേ ആ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, വളരെയധികം ക്ഷമയുള്ളതായിരിക്കണം, സാത്വിക മനോഭാവമുള്ളതായിരിക്കണം, കൃത്യമായിരിക്കണം. അല്ലാതെ നമ്മൾ കിടന്നിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ സമൂഹത്തിനോടും നമ്മളുടെ കുടുംബത്തിലുള്ളവരോടും കാണിക്കേണ്ട കടമകളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക, കൃത്യമായിട്ട് കാണിക്കുക, ധൈര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. അല്ലാത്ത പക്ഷം നമ്മൾ എന്തായി? 0 ആയി പോവും. ഓക്കെ? കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെടണം. എങ്ങനെയാണ് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളും കൃഷ്ണാവബോധം അല്ലാത്ത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞിട്ട് ഈ ലോകത്ത് 2 പ്രവർത്തനങ്ങളുണ്ടോ? ഈ ലോകത്തില് 2 പ്രവർത്തനങ്ങൾ കിടക്കുന്നുണ്ടോ? കൃഷ്ണാവബോധമുള്ള പ്രവർത്തനം, കൃഷ്ണാവബോധം ഇല്ലാത്ത പ്രവർത്തനം എന്നുണ്ടോ? ഇല്ല. എല്ലാം കൃഷ്ണാവബോധത്തോടെയുള്ള പ്രവർത്തനമാണ്. ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ, ഇരിക്കുന്നുണ്ടോ, ചിരിക്കുന്നുണ്ടോ, കരയുന്നുണ്ടോ, സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാം കൃഷ്ണാവബോധത്തോടെ ചെയ്യാം. എന്ത് ചെയ്യുമ്പോഴും കൃഷ്ണാവബോധത്തോടെ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരില്ല? ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാവില്ല. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പോലെ കൃഷ്ണാവബോധം എന്ന് വെച്ചാൽ നൈഷ്കർമ്മ്യമല്ലതാനും കൃഷ്ണാവബോധമാർന്ന ഭക്തൻ ദേവന്മാരിലോ മനുഷ്യരിലോ അഭയം തേടുകയില്ല. കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തി ദേവന്മാരിലോ മനുഷ്യരിലോ അഭയം തേടില്ല. എന്തുകൊണ്ടാണ്? ദേവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു കൃഷ്ണന്റെ പല പല അവയവങ്ങളാണെന്ന്. ഇപ്പൊ നമ്മളുടെ കൈയിനെ എന്താ പറയാ, കൈക്ക് വേണ്ടി നമ്മളൊരു ഭക്ഷണം കഴിക്കില്ല, കാലിന് വേണ്ടി ഒരു ഭക്ഷണം കഴിക്കില്ല,
തലയ്ക്ക് വേണ്ടി ഒരു ഭക്ഷണം കഴിക്കില്ല. നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വായയിലൂടെ കഴിക്കും, അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തും അല്ലേ. ഇവിടെ വായ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ കൃഷ്ണൻ എന്ന് പറയുന്ന ആ മഹത്തായിരിക്കുന്ന സത്യത്തെ ആരാണോ ആരാധിക്കുന്നത്, പിന്നെ ആ വ്യക്തി ഒരു ദേവന്മാരുടെ പിന്നാലെയും പോകേണ്ട ആവശ്യമില്ല, ഒരാളുടെ പിന്നാലെയും പോകേണ്ട ആവശ്യമില്ല. കാരണം ആ ദേവന്മാരെല്ലാം പ്രവർത്തിക്കുന്നത് കൃഷ്ണന്റെ തീരുമാനത്തോടെയാണ്. മനസ്സിലാവുന്നു? കൃഷ്ണന്റെ തീരുമാനത്തോടെയാണ് ആ വ്യക്തികളെല്ലാം പ്രവർത്തിക്കുന്നത്. കൃഷ്ണന്റെ തീരുമാനത്തോടെ പ്രവർത്തിക്കുന്ന ദേവന്മാരുടെ അടുത്തേക്ക് കൃഷ്ണാവബോധത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് പോകേണ്ട ആവശ്യമില്ല. ബഹുമാനിക്കാം, നമ്മുടെ ഭൗതിക സുഖങ്ങൾക്കായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. ബഹുമാനിക്കാം, പ്രാർത്ഥിക്കാം, വന്ദിക്കാം, എല്ലാം ചെയ്യാം. ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അയാൾ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്നത് എന്തും കർത്തവ്യ നിർവഹണമാകുന്നു. എന്തൊക്കെയാണോ നമ്മൾ കൃഷ്ണാവബോധം മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ ചെയ്യേണ്ട കടമകളാണ്. ആ കടമകളെല്ലാം കൃത്യമായിട്ട് തന്നെയാണ് ചെയ്തു പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്, ഹാപ്പി കൊടുത്തോളൂ, ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതും ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് കൊടുക്കുക, അത് കൃഷ്ണാവബോധത്തോടെ കൊടുക്കുന്നതാണ്. ഹരേ കൃഷ്ണ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഓക്കെ, ഒരാളുടെ കോള് വരികയാണ്, നമ്മൾ ഫോൺ എടുത്തിട്ട് എടാ ഞാൻ അങ്ങനെടാ ഇങ്ങനെടാ മറ്റേടാ മറിച്ചേടാ എന്ന് പറയുന്നുണ്ട്. എല്ലാം ഭഗവാൻ നന്നാക്കി തരും, ഹരേ കൃഷ്ണ, നിങ്ങളുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും. അത് കൃഷ്ണാവബോധത്തോടെയാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചോറുണ്ടാക്കി, നമ്മൾ ആ ചോറെടുത്ത് അങ്ങ് കഴിച്ച് നമ്മൾ പാത്രമൊക്കെ കഴിച്ച് നമ്മൾ പോവുകയാണ്. ഇത് നമ്മുടേതായ ഒരു ലോകത്ത്. എന്നാൽ ആ ചോറെടുത്ത് ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങത് സ്വീകരിച്ചാൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വെച്ച് അതിൽ നിന്ന് കുറച്ച് നമ്മളെടുത്ത് കഴിച്ച് ആ മഹാപ്രസാദം ചേർത്ത് കഴിക്കാൻ, അത് കൃഷ്ണാവബോധത്തോടെയാണ്. ഇങ്ങനെ നമ്മൾ സർവവും കൃഷ്ണാവബോധത്തോടെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഈ ഭൂമിയിലെ കർത്തവ്യങ്ങളെല്ലാം നമ്മൾ നിറവേറ്റുന്നുണ്ട്. ഇതെല്ലാം കൃഷ്ണനെ അറിയാതെ സന്തോഷമായിട്ട് അങ്ങോട്ട് ജീവിക്കുകയാണെങ്കിൽ ഒന്നും കിട്ടാനില്ല. ടെമ്പററി സന്തോഷം മാത്രമായിരിക്കും. മനസ്സിലായില്ലേ? ടെമ്പററി സന്തോഷം മാത്രമാണ് നമുക്ക് കിട്ടുന്നത്, അല്ലാതെ ഒന്നും കിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ മനസ്സ് എപ്പോഴും ആരിൽ അടുത്തുകൊണ്ടിരിക്കണം? കൃഷ്ണനോട് അടുത്തുകൊണ്ടേയിരിക്കണം. ഇനി 19ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരപ്നോതി പുരുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് കർമ്മഫലാകാംക്ഷ കൂടാതെ കടമയെന്ന നിലയ്ക്ക് കർത്തവ്യം നിറവേറ്റുക. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യുന്നത്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? കടമ എന്ന നിലയ്ക്കല്ല നമ്മൾ ജീവിക്കേണ്ടത്. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യുന്നത് എപ്പോഴും സന്തോഷത്തോടെ, സമാധാനത്തോടെ. മനസ്സിലായില്ലേ? നമ്മുടെ കടമയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇത് ചെയ്ത് തീർക്കണം എന്ന ഭാവത്തിൽ നമ്മൾ പോകരുത്. നമ്മളുടെ കടമയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും, ഏത് കിട്ടും, ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കേ വേണ്ട, ഇതേക്കുറിച്ച് നമ്മൾ ആലോചിക്കേ വേണ്ട. നമ്മൾക്ക് എന്ത് റിട്ടേൺ കിട്ടണം എന്നുള്ളത് ഭഗവാന്റെ തീരുമാനമാണ്. മനസ്സിലായില്ലേ? നമ്മൾക്ക് എന്ത് കിട്ടണം എന്നുള്ളത് ഭഗവാൻ തീരുമാനിക്കുന്നതാണ്, നമ്മളല്ല തീരുമാനിക്കുന്നത്. നമ്മുടെ മക്കളിൽ നിന്ന് പോലും നമ്മളൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മളുടെ കടമ നമ്മൾ അവരെ നല്ല വഴിക്ക് നടത്തുക, അവർ നന്നായി വളരുക, അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഇതാണ് നമ്മുടെ കടമ. അല്ലാതെ നിന്നെ പഠിപ്പിച്ച് ജോലിയാക്കി നിന്നെ കൊണ്ട് ലോൺ അടപ്പിച്ചിട്ട് വീട്ടിൽ സുഖമായി ജീവിക്കണം എന്നൊരു റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഇനി നമ്മുടെ മക്കളെ കല്യാണം കഴിച്ചു വിട്ടാൽ നിങ്ങളുടെ മക്കളെ കണ്ടിട്ടേ എനിക്ക് മരിക്കാൻ പറ്റും, എന്തിനാ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നത്? അവരെ കല്യാണം കഴിപ്പിച്ചൊരു പുതിയ ജീവിതത്തിലേക്ക് അയക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം. അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് ഭഗവാന്റെ തീരുമാനമാണ്. മനസ്സിലായില്ലേ? ഗീതയില് 3ാമത്തെ അധ്യായം കർമ്മയോഗത്തിലെ 19ാമത്തെ ശ്ലോകം 197ാമത്തെ പേജ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റൂ? സ്നേഹിക്കില്ല. ചിലപ്പോൾ സ്നേഹിച്ചേക്കാം, നമുക്ക് വാശിയൊന്നും പിടിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? അടിച്ച് സ്നേഹിപ്പിക്കുവോ? എന്നെ സ്നേഹിക്ക്, എന്നെ സ്നേഹിക്ക്, എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞ് സ്നേഹിപ്പിക്കുവോ? അതും പറ്റില്ല. നമ്മളെ കൊണ്ട് ആവുന്ന പോലെ നമ്മൾ ചെയ്യാം. തിരിച്ചിങ്ങോട്ട് നന്ദി കാണിക്കണോ, സ്നേഹം കാണിക്കണോ, ഉപകാരസ്മരണ കാണിക്കണോ, സ്നേഹം കാണിക്കണോ, ഇതൊക്കെ അവരുടെ തീരുമാനമാണ്. നമ്മൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. നമ്മളൊന്നും പറയാനും നിൽക്കണ്ട. മനസ്സിലായില്ലേ? അപ്പോ കർമ്മഫലകാംക്ഷ കൂടാതെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മുടെ കടമ എന്ന നിലയ്ക്ക് വേണം നമ്മൾ കർത്തവ്യം നിറവേറ്റാൻ. അല്ലാതെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ
അതിൻ്റെ ഫലം കിട്ടണം എന്ന മനോഭാവത്തിൽ നമ്മൾ ചെയ്യരുത്. ക്ലിയർ? നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിലെത്തിക്കും. നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തണം, പരമപദത്തിലേക്ക് നമ്മൾ എത്തണം. നിഷ്കാമ പ്രവർത്തനം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് അതിൽ നിന്ന് ഒരു റിട്ടേൺസും വേണ്ട എന്നുള്ള ഭാവത്തിൽ നിഷ്കാമ പ്രവർത്തനത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോവാം. അങ്ങനെ പോകുമ്പോൾ നമ്മൾക്ക് ഭഗവാന്റെ പരമപദത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതല്ല ഞാൻ ഇത്രത്തോളം ചെയ്തു, എനിക്ക് അപ്പം ഇത്രത്തോളം എങ്കിലും കിട്ടണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് വേസ്റ്റാണ്. അത് ഒരിക്കലും പരമപദത്തിലേക്ക് നമ്മളെ എത്തിക്കില്ല. ക്ലിയർ? പരമപദം എന്നാൽ ഭക്തന്മാർക്ക് ഭഗവാനും അവ്യക്തിഗതവാദികൾക്ക് മുക്തിയും അത്രേ. പരമപദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭക്തന്മാർക്ക് ഭഗവാനാണ്, ഭഗവാനെയാണ് നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവർ പരമപദം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി അത്രത്തോളം ഭഗവാനെ അറിയാത്ത വ്യക്തികൾക്ക് പരമപദം എന്ന് പറഞ്ഞാൽ എന്താണ്? മുക്തിയാണ്. ഈ ലോകത്ത് നിന്ന് എനിക്ക് മുക്തി വേണം, മോക്ഷം വേണം, എനിക്കൊരു സ്വർഗത്തിൽ പോകണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കാണ് എന്തെന്ന് പറയുന്നത്? അവർക്കാണ് പരമപദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തിയായിട്ട് കാണുന്നത്. പക്ഷെ നമ്മൾക്ക് പരമപദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനാണ്. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സന്തോഷിട്ട. നമ്മൾക്ക് പരമപദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭഗവാനാണ്. ആ ഭഗവാനിലേക്കാണ് നമ്മൾ എത്തേണ്ടത്, അല്ലെ? ഭഗവാനെ അറിയാത്തവർക്ക് മുക്തിയുമാണ് പരമപദം എന്ന് പറയുന്നത്. കൃഷ്ണാവബോധത്തോടെ ശരിയായ മാർഗനിർദ്ദേശം സ്വീകരിച്ച് ഫലയച്ഛന്യെ കൃഷ്ണന് വേണ്ടി കർമ്മം ചെയ്യുന്ന ആൾ തീർച്ചയായും ജീവിതത്തിന്റെ അത്യുന്നതമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറും. നമ്മൾ കൃഷ്ണാവബോധത്തോടെയാണ് ജീവിക്കുന്നത് എങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എവിടെ എത്തും? ഭഗവാന്റെ അടുത്തേക്ക് എത്തിയിരിക്കും, ഒരു സംശയവും വേണ്ട. കുരുക്ഷേത്രത്തിൽ കൃഷ്ണന്റെ താല്പര്യം അനുസരിച്ച് പൊരുതാനാണ് അർജുനൻ തീരുമാനിച്ചത്, അല്ലെ? അർജുനന്റെ ഉള്ളിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും കൃഷ്ണന്റെ താല്പര്യം എന്താണോ ആ താല്പര്യത്തിനനുസരിച്ച് തന്നെ പൊരുതണം എന്ന് ആര് കരുതി? അർജുനൻ തീരുമാനിച്ചു. അർജുനൻ യുദ്ധം ചെയ്യണമെന്ന് ആരാഗ്രഹിച്ചു? കൃഷ്ണൻ ആഗ്രഹിച്ചു. അപ്പൊ കൃഷ്ണന്റെ ആഗ്രഹം എന്താണ് ഇവിടെ? നമ്മളെല്ലാവരും കൃഷ്ണനെ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചുകൊണ്ട് കൃഷ്ണാവബോധത്തിലൂടെ ജീവിക്കണമെന്നാണ് കൃഷ്ണന്റെ ആഗ്രഹം. ആ ആഗ്രഹം നമുക്ക് നിറവേറ്റി കൊടുത്തൂടെ? നിറവേറ്റി കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ ഭഗവാനുമായിട്ട് അടുക്കുന്നത്. ഓക്കെ? ഒരു നല്ല മനുഷ്യനോ അഹിംസാ നിരതനോ ആകണമെന്ന് വ്യക്തിപരമായ ആഗ്രഹമാണ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും. നമ്മൾ ഏറ്റവും വലിയ പൊസിഷനിൽ എത്തണം എന്നുള്ളതിനേക്കാളും എത്രയോ നല്ലതാണ് നല്ല വ്യക്തികളായി മാറുക എന്നുള്ളത്, അല്ലെ? നമ്മൾക്ക് നല്ല വ്യക്തിത്വമുള്ളവരായി നമ്മൾ മാറണം, നല്ല വ്യക്തികളായി നമ്മൾ മാറണം, നല്ല മനുഷ്യരായി നമ്മൾ മാറണം. അങ്ങനെ മാറണം. നല്ല അഹിംസയില്ലാത്ത ആൾക്കാരായി നമ്മൾ മാറണം എന്നുണ്ട്. ഹിംസയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നമുക്ക് അടുക്കാൻ പറ്റുമോ? കാണുമ്പോൾ തന്നെ കാറി കൂവി നമ്മളെങ്ങ് തിന്നാൻ വരുന്ന ആൾക്കാരുടെ അടുത്തേക്ക് നമുക്ക് അടുക്കാൻ പറ്റില്ല. എപ്പോഴും എന്ന് വെച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊന്നും നമുക്ക് അടുക്കാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും ആരോടാ അടുക്കാൻ ശ്രമിക്കുക? ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരോടാണ് നമുക്ക് അടുക്കാൻ തോന്നുന്നത്, അല്ലേ? നമ്മളൊരു കടയിൽ കയറി ചെന്നാൽ തന്നെ ആ കടയിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നിട്ട് വരൂ ചേച്ചി, എന്താ വേണ്ടത്? സാരിയാണോ? അത് ശരി, എന്ത് ടൈപ്പ് സാരിയാണ് ചേച്ചി വേണ്ടത്? ഞാൻ എല്ലാം എടുത്തിടാം, ചേച്ചി നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോളൂ കേട്ടോ, ഒന്നും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യും. എന്നിട്ട് അവരതിൽ നിന്ന് 1-2 എടുക്കുന്നു. ചേച്ചി ഈ കളർ ഉണ്ടോ കയ്യിലില്ലേ? ഇത് വെച്ച് നോക്കൂ, ഇത് നന്നായിട്ടുണ്ട്, ഇതിന് ഇത്ര റേറ്റ് ഉണ്ട്, ചേച്ചി അത്ര ബഡ്ജറ്റ് ഇല്ലേ, എത്രയാണ്, ഇതിൻ്റെ ഉള്ളിലാണോ എന്ന് പറയുമ്പോൾ നമുക്ക് അവരോടൊരു ഇഷ്ടം തോന്നും, അല്ലേ? നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളോട് നമുക്കൊരു ഇഷ്ടം തോന്നും. അതേസമയം നമ്മളൊരു കടയിൽ കയറി ചെന്നാ എന്ത് വേണം? സാരിയോ? ഡേയ് ആ സാരി കാണിച്ചു കൊടുത്തേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് എല്ലാം ഒന്നും ഇടാൻ പറ്റില്ല, വെച്ചു നോക്കാനൊന്നും പറ്റില്ല, നിങ്ങൾ നോക്കൂ, ഞങ്ങൾ എടുത്തിടാം, നിങ്ങൾ ഇഷ്ടപ്പെട്ട കളറ് പറയും, 2 എടുത്തിട്ട് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ എന്ന് പറയുന്ന ഒരാളോട് നമ്മൾ ജീവിതത്തെ അടുക്കൂല, ആ കടക്കേ നമ്മൾ പോവില്ല, അല്ലെ? ഇതേപോലെയാണ് കൃഷ്ണൻ. കൃഷ്ണൻ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു, നമ്മളാണെ വേറെ ഏതോ വഴിക്ക് പോകുന്നു. ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണന്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. മനസ്സിലായില്ലേ? കൃഷ്ണന്റെ ആഗ്രഹം എന്തോ ആ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാം. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ കൃഷ്ണന് നമ്മളോട് കൂടുതൽ അടുപ്പം തോന്നും. എങ്ങനെയാണോ നല്ല സാരി ഇട്ടിരുന്ന ഒരാളോട് നമുക്ക് ഇഷ്ടം തോന്നുന്നത്, അതേപോലെ നമ്മളോട് കൃഷ്ണനൊരു ഇഷ്ടം തോന്നും. അങ്ങനെ ഇഷ്ടം തോന്നുമ്പോൾ കൃഷ്ണൻ കൂടുതൽ നമ്മളെ അടുത്തേക്ക് വരും. നമ്മൾ എങ്ങനെയാണോ നല്ല സാരി കടയിൽ ചെന്ന് അവരോടുള്ള ഇഷ്ടം കൊണ്ട് വീണ്ടും അവിടെ ചെന്ന് സാരി മേടിക്കുന്നത്, അതേപോലെ നമ്മളോട് കൃഷ്ണൻ ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വരും. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും.
അപ്പം നമ്മൾ കൂടുതൽ 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 അടുക്കും. നല്ല സാരി ഇഷ്ടപ്പെട്ട കടയിൽ കയറി ചെന്ന് ആ ഇഷ്ടമുള്ള ആളിനോടുള്ള ഇഷ്ടം കാരണം സാരി ഇങ്ങനെ കുറേ മേടിക്കുമ്പോൾ നമ്മുടെ ബാങ്കിൽ നിന്ന് ഇങ്ങനെ കുറേ കാശ് പോയി നഷ്ടങ്ങളുടെ ഒരു വലിയ കണക്ക് നമുക്ക് വരും അല്ലേ. കുറേ തുണിയൊക്കെ മേടിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു നഷ്ടസ്വർഗത്തിൽ പോയിരിക്കും. അതേപോലെ കൃഷ്ണനോട് നമ്മളിങ്ങനെ അടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ്സ് എല്ലാം ഇങ്ങനെ പോകും. പക്ഷെ നമ്മൾ അതൊന്നും അറിയുന്നില്ല. ഇവിടെ നമ്മളൊരു പോസിറ്റീവ് സ്വർഗത്തിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മൾ കൃഷ്ണനോട് അടുക്കേണ്ടത് അല്ലേ. ഭഗവത് പ്രീതിക്കായിട്ട് പ്രവർത്തിക്കുക എന്നത് ഫലാംശ കൂടാതെയുള്ള ആ കർമ്മമാണ്. ഭഗവാന്റെ ഇഷ്ടത്തിനായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പ്രവർത്തിക്കേണ്ടത്? ഒന്നും ആഗ്രഹിക്കാതെയുള്ള ഒരു പ്രവർത്തനമാണ് വേണ്ടത്. അതാണ് ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ഭഗവാൻ കൃഷ്ണനാൽ ഉപദേശിക്കപ്പെട്ട അത്യുത്കൃഷ്ടമായിരിക്കുന്ന കർമ്മമാണത്. ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നന്നായി പ്രവർത്തിക്കണം എന്ന് ഭഗവാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നന്നായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നന്നായി എന്നുള്ളതിൻ്റെ അർത്ഥം. ഒന്നും പ്രതീക്ഷിക്കേണ്ട, ആരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട, പ്രതീക്ഷകളില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകാം. അങ്ങനെയാണ് കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ദ്രിയ തൃപ്തിക്കായിട്ട് ചെയ്യപ്പെട്ട ദുഷ്കർമ്മങ്ങളിൽ നിന്ന് ജീവനെ ശുദ്ധീകരിക്കാൻ ഉതകുകയാണ് അല്ലെ. ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി നമ്മളിങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? ഇന്ദ്രിയ സംതൃപ്തി എന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിച്ച് 3 നേരം തിന്നും കുടിച്ചും ഉറങ്ങിയും സുഖിച്ചും അങ്ങനെ ജീവിക്കുമ്പോഴായിരിക്കും പൊടുന്നനെ നമുക്കൊരു അസുഖം വരുന്നത്. പിന്നെ അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല. ഉറപ്പായിട്ടും സനീഷ, ഇങ്ങനെ കുറേ നിയമങ്ങൾ നമുക്ക് മുമ്പിൽ വെക്കും. അതോടുകൂടി ജീവിതം വെറുത്ത് പിന്നെ നമ്മുടെ മനസ്സുകൊണ്ടും ഒരു രോഗിയായി, പിന്നെ ഈശ്വരനോടൊരു വെറുപ്പായി. ഇതൊന്നും പാടില്ല. നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്, കൃഷ്ണന് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. വേദോക്തങ്ങളായിരിക്കുന്ന യജ്ഞങ്ങളും ചടങ്ങുകളുമെല്ലാം കൃഷ്ണാവബോധ പ്രവർത്തനമോ പാപപുണ്യകർമ്മങ്ങളുടെ പ്രതികരണങ്ങൾക്ക് അതീതവുമായിരിക്കുന്ന ഒന്നാകുന്നു. കൃഷ്ണാവബോധ പ്രവർത്തനം തന്നെയാണ് ഏറ്റവും ടോപ്പസ്റ്റ്, ഏറ്റവും വലുത് കൃഷ്ണാവബോധ പ്രവർത്തനമാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, വിളക്ക് വെക്കുന്നു, എന്തെങ്കിലും ഒരു പഴോ വെള്ളോ വെച്ചു കൊടുക്കുന്നു, പിന്നെ ആ ഭാഗം തിരിയാതെ വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യയ്ക്ക് വീണ്ടും 4 വരി നാമം ചൊല്ലുന്നു, വിളക്ക് വെക്കുന്നു. ഇതല്ല ഭക്തി. ഇത് ഭക്തിയേ അല്ല. ചിന്ത, വാക്ക്, പ്രവൃത്തി, മനസ്സ്, ഓർമ്മ എല്ലാത്തിലും കൃഷ്ണനെ കാണാൻ ശ്രമിക്കുക. ക്ലാസിന്റെ തുടക്കം ഞാൻ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെ വെറുക്കുമ്പോൾ ആ വ്യക്തിയെ എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു, ഒരു പ്രണയം ഉണ്ടാകുമ്പോൾ അത് എത്രത്തോളം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു, അത്രത്തോളം നമ്മൾ കൃഷ്ണനെ സൂക്ഷിക്കണം. അപ്പൊ അത് ഭക്തിയായി. മനസ്സിലായില്ലേ? അപ്പൊ അത് ഭക്തിയായി. ഇപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരാളുടെ പേര് വരും. ചിലപ്പോൾ പേരായിരിക്കില്ല, വലിയ ലിസ്റ്റ് തന്നെ വരും. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരാൾ വരും. ഇപ്പൊ ആ പ്രണയം ഇല്ലെങ്കിലും മുൻകാലങ്ങളിൽ ഉണ്ടായ പ്രണയമെങ്കിലും കയറി വരും അല്ലെ. അപ്പം ഇതേപോലെ സഡൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് വേണം? നമ്മുടെ കൃഷ്ണൻ നമ്മുടെ മനസ്സിൽ വരണം. മനസ്സിലായില്ലേ? അപ്പോൾ വരണം കൃഷ്ണൻ നമ്മുടെ മനസ്സിൽ. അപ്പോൾ നമ്മൾ എന്തായി? ഭക്തിയായി. അങ്ങനെയുള്ള ഒരാളിനെ ഭക്തൻ എന്ന് വിളിക്കാൻ പറ്റും, അല്ലെ ഭക്ത എന്ന് വിളിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ വിദേശിയുള്ള വ്യക്തി എന്ന് വെച്ചാൽ എല്ലാവരുടെ ഹൃദയത്തിൽ ആരെങ്കിലുമൊക്കെ മുഖം വന്നിട്ടുണ്ടാവും, പേര് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റാണ്ട് ഈ ക്ലാസ്സിൽ ഇങ്ങനെ ലയിച്ചിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കിട്ടില്ല, പക്ഷെ പിന്നീട് കിട്ടും. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഏറ്റവും സ്നേഹമുള്ള വ്യക്തി, ഏറ്റവും കരുതലോട് കൂടിയിരിക്കുന്ന വ്യക്തി, എല്ലാത്തിനും ആൻസർ കൃഷ്ണൻ എന്നാവുന്ന സമയത്ത് നമ്മൾ ഭക്തിയിലേക്ക് എത്തി എന്ന് പറയാം. അല്ലാത്ത പക്ഷെ നമ്മൾ ഭക്തിയിലേക്ക് എത്തുന്നില്ല. കൃഷ്ണാവബോധം നേടിയവർ ഭഗവാനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. കൃഷ്ണാവബോധം ഒരു വ്യക്തി നേടിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം മുഴുവൻ കൃഷ്ണന് വേണ്ടിയുള്ള ജീവിതമാണ്. ഭഗവാന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫലത്തിൽ അവർക്ക് താല്പര്യമില്ല. പൂർണ്ണമായ അനാസക്തിയോടെയാണ് അവർ എല്ലാത്തരം പ്രവർത്തികളിലും ഏർപ്പെടുന്നത്. അവർക്ക് എന്ത് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നേയില്ല. പക്ഷെ പൂർണ്ണമായിരിക്കുന്ന ഒരു ആസക്തി ഇല്ലാതെ, നമ്മൾക്കിത് കിട്ടണം അത് കിട്ടണം എന്ന് പറയുന്ന ആസക്തിയൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ജീവിക്കാൻ പറ്റുമെങ്കിൽ ആ പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആ പ്രവൃത്തിയിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ മറ്റൊരർത്ഥത്തിൽ അവർ മുന്നോട്ട് പോകുന്നില്ല. അവരെപ്പോഴും കൃഷ്ണ 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 എന്നുള്ളൊരു നാമത്തിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് സന്ധ്യാമാതാജി? അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ്? കൃഷ്ണനെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കൃഷ്ണനെ കിട്ടില്ല. നമ്മുടെ ഒരു വിദൂരതയിലുള്ള ഒരു സ്വപ്നമായി കൃഷ്ണൻ മാറും.
നമ്മുടെ ജീവിതം വീണ്ടും ഇവിടുന്ന് അടുത്തതിലേക്ക് 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 എന്ന് പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതൊന്നും അല്ല വേണ്ടത്. കൃഷ്ണനാണ് വേണ്ടത്. കൃഷ്ണൻ മാത്രമാണ് വേണ്ടത്. ഓക്കെ? പിന്നെ പറയുന്നു 20ാമത്തെ ശ്ലോകത്തില് കർമ്മൈണവാ ഹി സിംസിദ്ധിമാസ്ഥിത ജനദ്ഗായത ലോകസംഗ്രഹമേവാഭി സംപശ്യൻ കർത്തുമർഹസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിൽ എത്തിച്ചേർന്നു. ജനക മഹാരാജാവിനെ പോലെയുള്ളവരൊക്കെ അവർക്ക് എന്താണോ വിധിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്തു. എല്ലാം കൃഷ്ണാവബോധത്തിൽ മാത്രം അർപ്പിച്ചിട്ട് അവർ ഭഗവാന്റെ അടുത്തേക്ക് അവർ പോയി. അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ജോലി ചെയ്യണം. ജോലി ചെയ്തിട്ട് ആ ജോലി നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, ഇപ്പം എനിക്കാണെങ്കിൽ ഷൂട്ട് ഡബ്ബ് കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യാം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാം, ഒപ്പം ഭഗവാന്റെ സേവനങ്ങളും ചെയ്യാം. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാനുമായി ബന്ധപ്പെടുത്തി ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുമ്പോൾ അതൊക്കെയാണ്. അല്ലാതെ ഞാൻ 24 മണിക്കൂറും ഹരേ കൃഷ്ണ മഹാമന്ത്രവും ജപിച്ചിരിക്കുകയാണെങ്കിൽ ശരിയല്ല, അല്ലേ? ഒരിക്കലും ശരിയല്ല. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മുടെ കർമ്മം എന്താണോ ഈ ഭൂമിയിൽ നമ്മൾ വരുമ്പോൾ ആ കർമ്മം നമ്മൾ ചെയ്യണം. ആ കർമ്മം ചെയ്യാതെ നമ്മൾ ഒന്നിൻ്റെ പിന്നാലെയും പോയിട്ട് കാര്യമില്ല. കർമ്മം ചെയ്യാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ സുഖലോലുപരായ ഒരു വ്യക്തിയാണ്. കർമ്മം ചെയ്തിരുന്നേ പറ്റൂ. കർമ്മത്തിലൂടെ നമുക്ക് ജീവിതം പുഷ്ടിപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ പുഷ്ടിപ്പെടുത്തി കിട്ടുന്നത് എന്തായാലും ശരി, എന്തായാലും ശരി. ശിവപൊന്നൻ പ്രഭു, ഒരുപാട് സന്തോഷം. അമ്മയ്ക്ക് കുറച്ച് വ്യത്യാസമുണ്ട്, എന്നാലും മയക്കം വിട്ടു മാറിയിട്ടില്ല. എഴുന്നേറ്റിരുന്ന് കഞ്ഞി കുടിക്കാൻ സാധിച്ചാൽ മതി. എല്ലാം കിച്ചൂട്ടൻ റെഡിയാക്കി തരും. ധൈര്യമായിട്ടിരിക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ജീവിക്കുമ്പോൾ കൃഷ്ണൻ നമ്മളുടെ കൂടെയുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ കൃഷ്ണനെക്കുറിച്ച് ചിന്തിക്കില്ല. നമ്മുടെ ഹൃദയം എപ്പോഴൊക്കെയാണോ കൃഷ്ണനെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോഴൊക്കെ കൃഷ്ണൻ നമുക്ക് സമീപസ്ഥനാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ എപ്പോൾ കൃഷ്ണനെക്കുറിച്ച് ചിന്തിച്ചാലും കൃഷ്ണൻ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. പക്ഷെ നിങ്ങൾ കാണുന്നില്ല. കാണാൻ മാത്രം, അറിയാൻ മാത്രമുള്ള ഒരു ഭക്തി നമ്മളിൽ വളർന്നിട്ടില്ല. അത് നമ്മൾ വളർത്തണം. അത് വളർത്തുമ്പോഴാണ് നമ്മൾ കൃഷ്ണാവബോധത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ഓക്കെ? ജനകനെ പോലുള്ളവർക്ക് ആത്മസാക്ഷാത്കാരം ലഭിച്ചിരുന്നു. തന്മൂലം അവർക്ക് വൈദിക വിധി പ്രകാരമുള്ള അനുഷ്ഠാനങ്ങളുടെ ആവശ്യമില്ലായിരുന്നു. ആത്മസാക്ഷാത്കാരം ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് വൈദിക വിധി പ്രകാരമുള്ള ഒരു തരത്തിലുള്ള അനുഷ്ഠാനങ്ങളും വേണ്ട. എന്നിട്ടും സാമാന്യ ജനങ്ങൾക്ക് മാതൃക കാണിക്കാൻ വേണ്ടി വിധിവിഹിതങ്ങളായ അനുഷ്ഠാനങ്ങളെല്ലാം അവർ ചെയ്തു വന്നു. അവരെന്നിട്ടും കുറെ കാര്യങ്ങൾ ചെയ്തു, ജനക മഹാരാജാവിനെ പോലെയുള്ളവർ. കാരണം എന്താണ്? സാമാന്യ ജനങ്ങൾക്ക് അവർക്ക് കൃഷ്ണാവബോധം എത്തിച്ചു കൊടുക്കണം. കർമ്മത്തിന്റെ വില എന്താണെന്ന് കാണിച്ചു കൊടുക്കണം, അല്ലെ? കർമ്മം എന്താണ്, ഭക്തി എന്താണ്, ഇതിനു വേണ്ടിയാണ് അവരങ്ങനെയൊക്കെ ചെയ്തത്. അതുപോലെ പറയുന്നു, സീതാദേവിയുടെ പിതാവും ശ്രീരാമന്റെ ശുശുരനുമായിരുന്നു ജനകൻ, അല്ലെ? ശ്രീരാമസ്വാമിയുടെ ഭാര്യയുടെ അച്ഛൻ, സീതാദേവിയുടെ അച്ഛനായിരുന്നു ആര്? ജനക മഹാരാജാവ്. മഹാനായിരിക്കുന്ന ഒരു ഭഗവത് ഭക്തനായിരുന്നത് കൊണ്ട് അദ്ദേഹം അതീന്ദ്രിയ പ്രജ്ഞനായിരുന്നു. വലിയ ഭക്തനായിരുന്നു അദ്ദേഹം. ആലോചിച്ച് നോക്കണം. എങ്കിലും മിഥിലയിലെ രാജാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നിയത കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പ്രജകളെ പഠിപ്പിക്കേണ്ടിയിരുന്നു. അദ്ദേഹം മിഥിലയിലെ രാജാവും കൂടിയായിരുന്നു. അങ്ങനെ രാജാവായിരുന്നത് കൊണ്ട് തന്നെ കാണാം സരസ്വമ്മ, അങ്ങനെ രാജാവായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രജകളെ പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്, എങ്ങനെയാണ് രാജ്യത്തെ സംരക്ഷിക്കേണ്ടത്. അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്, അല്ലെ? ആ ഉത്തരവാദിത്തം കൊണ്ടാണ് അദ്ദേഹം ആ രാജകീയ പദവിയിൽ ഇരുന്ന് രാജാവിനെ പോലെ ജീവിതം നയിച്ചത്. എന്നാൽ അദ്ദേഹം വലിയൊരു മഹാഭക്തനായതുകൊണ്ട് അദ്ദേഹം അതീന്ദ്രിയ ജ്ഞാനവും അതുപോലെ തന്നെ ആത്മസാക്ഷാത്കാരവും നേടി ഭഗവാന്റെ അടുത്തേക്ക് പോയി. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിന്റെ മകളായ സീതാദേവിയെ സാക്ഷാൽ ശ്രീരാമസ്വാമി തന്നെ വിവാഹം ചെയ്തത്. ക്ലിയർ? ഭഗവാൻ കൃഷ്ണനും നിത്യസുഹൃത്തുമായിരിക്കുന്ന അർജുനനും കുരുക്ഷേത്ര യുദ്ധത്തിൽ യുദ്ധം ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. കൃഷ്ണനും അർജുനനും വന്നിട്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ യുദ്ധം ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരാവശ്യവും ഇല്ല. നീതിവാദങ്ങൾ കൊണ്ട് ഫലമില്ലാതെ വരുന്നിടത്ത് ഹിംസ ആവശ്യമാണെന്ന് സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അവർ യുദ്ധം ചെയ്തത്. ശരിയല്ലേ? ചില സ്ഥലങ്ങളിൽ നമ്മൾ നീതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവിടെ ഹിംസ തന്നെ വേണം. പക്ഷെ നമ്മൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. നിയമം കയ്യിലെടുക്കേണ്ട വ്യക്തികൾ നിയമം കയ്യിലെടുത്തോളും, നമ്മൾ കയ്യിലെടുക്കരുത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ്
കൃഷ്ണനും അർജുനനും കുരുക്ഷേത്ര ഭൂമിയിൽ വന്ന് യുദ്ധം ചെയ്തത്. നീതിക്കും ന്യായത്തിനും ധർമ്മത്തിനും സ്ഥാനമില്ല എങ്കിൽ ഹിംസ കയ്യിലെടുത്തേ മതിയാവൂ എന്ന് അവർക്ക് തോന്നി, അവർക്ക് മനസ്സിലാക്കി, അവർക്കറിയാം. അതുകൊണ്ട് അവർ വന്ന് യുദ്ധം ചെയ്തു. കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിന് മുമ്പും അത് ഒഴിവാക്കാനായി പല ശ്രമങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഭഗവാൻ കൃഷ്ണൻ പോലും ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വേണ്ട, ഇനി യുദ്ധമൊന്നും വേണ്ടാന്നും പറഞ്ഞ് യുധിഷ്ഠിരന്റെ അടുത്ത് ഭഗവാൻ കൃഷ്ണൻ സംസാരിക്കാൻ വന്നതും യുധിഷ്ഠിരൻ കൃഷ്ണനെ കെട്ടിവെക്കാൻ നോക്കിയതൊക്കെ പഠിച്ചതല്ലേ? എന്നാൽ മറുകക്ഷി പോരിന് തന്നെ ഉറച്ചു. ആര്? നമ്മുടെ കൗരവ വംശം. അവർ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ് തന്നെ നിന്നു. അങ്ങനെ ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി പൊരുതേണ്ടത് ആവശ്യമാണ് അല്ലെ? അപ്പൊ അവരിങ്ങനെ വിളിച്ചു ഇതാക്കിയത് കൊണ്ട് നമ്മൾ എത്ര കോംപ്രമൈസിന് ശ്രമിച്ചിട്ടും കൃഷ്ണൻ നേരിട്ട് വന്നിട്ടും അവരടങ്ങാത്തത് കൊണ്ട് ന്യായമായിട്ടുള്ള ഒരു യുദ്ധം തന്നെ വേണം. അതിനാണ് കൃഷ്ണൻ വന്നത്. കൃഷ്ണാവബോധം സിദ്ധിച്ച ഒരാൾക്ക് ലൗകിക കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടായില്ലെന്ന് വരാം. കൃഷ്ണാവബോധം ആഗ്രഹിച്ച ഒരാൾക്ക് ഒരിക്കലും ലൗകിക കാര്യങ്ങളിൽ ഒരു താല്പര്യം ഉണ്ടാവില്ല. എങ്കിലും എങ്ങനെ ജീവിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും സാമാന്യ ജനങ്ങളെ ഗ്രഹിപ്പിക്കാനായി ഒരു ഭക്തൻ കർമ്മനിരതനായിരിക്കും. കൃഷ്ണാവബോധം സിദ്ധിച്ച ഒരാൾക്ക് ഒരിക്കലും എന്താണ് മറ്റൊരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ആ വ്യക്തി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ സാമാന്യ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശിവപന്നൻ പ്രഭു നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, ഇന്നും ചെയ്യാം. കാരണം എന്താ അറിയോ, ഞാൻ ഏകാദശിക്ക് മറ്റേ ഗീത ദാനം ചെയ്യുമ്പോൾ ഭക്ഷണം പോലെയല്ല, നമ്മൾ അത് യഥാർത്ഥമായ കൈകളിൽ കൊടുക്കണം. ഇത് ഗീതാ ജയന്തി മാസമാണ്. നമുക്ക് ഈ മാസം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പോട്ടെ, നമുക്ക് അടുത്ത മാസം കൂടെ ചെയ്യാം. ഗീത ഒക്കെ എടുത്തിട്ട് നമുക്ക് അടുത്ത മാസം ഗുരുവായൂർ വെച്ച് അവിടുത്തെ ഭക്തർക്ക് കൊടുക്കണമെങ്കിലും നമുക്ക് കൊടുക്കാം, ഒന്നും പ്രശ്നമില്ല. നമുക്ക് കൊടുക്കാം. ഓരോരോ ക്ഷേത്രങ്ങളിൽ കൊടുക്കണമെങ്കിലും കൊടുക്കാം, ഒന്നും വിഷയമില്ല കേട്ടോ, നമുക്ക് കൊടുക്കാം. കൃഷ്ണാവബോധത്തിൽ അനുഭവജ്ഞാനം നേടിയവർക്ക് മറ്റുള്ളവരെയും തങ്ങളെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്ന വിധം പ്രവർത്തിക്കാൻ കഴിയും. കൃഷ്ണാവബോധത്തിൽ അനുഭവജ്ഞാനമുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പിന്നാലെ അല്ലെങ്കിൽ ആ വ്യക്തിയെ പോലെ മറ്റുള്ളവരെ ആക്കാൻ അവർക്ക് സാധിക്കും. തുടർന്നുള്ള ശ്ലോകങ്ങളിലൊക്കെ നമ്മൾ ഇത് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാള് എങ്ങനെ മറ്റൊരാൾക്ക് മാതൃകയായി ജീവിക്കുമെന്ന്. ക്ലിയർ? ഹാപ്പി? 20 അധ്യായം കഴിഞ്ഞു. നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുള്ളത് 43 ശ്ലോകങ്ങളാണുള്ളത്. സോറി, അധ്യായമല്ല, ശ്ലോകം കഴിഞ്ഞു. 43 ശ്ലോകങ്ങളാണുള്ളത്. 20 ശ്ലോകങ്ങൾ നമ്മുടെ ഇത് കഴിഞ്ഞിട്ടുണ്ട് 3-ാം അധ്യായത്തിൽ. വല്ലവരും അറിഞ്ഞോ 3 അധ്യായത്തിൽ 20 ശ്ലോകങ്ങൾ നമ്മൾ എത്തിയത്? കളിയും ചിരിയും തമാശയും വർത്താനവും ഒക്കെ ആയിട്ട് 20 ശ്ലോകങ്ങൾ കഴിഞ്ഞത് അറിഞ്ഞോ? ഹാപ്പി? ഈ 3 ശ്ലോകങ്ങളുടെയും അർത്ഥമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഗീത ഇത്രയും എന്താ പറയാ സിമ്പിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു അല്ലേ? വളരെ സിമ്പിളാണ് ഗീത. എത്ര ഹാപ്പി ആയിട്ട് നമുക്ക് ഗീത പഠിച്ചു പോവാന്നറിയോ? എത്ര എളുപ്പം പഠിച്ചു പോവാന്നറിയാമോ? അപ്പോൾ എനിക്ക് വളരെ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകാനുണ്ട്. ഞാൻ പോവാണ്. നമുക്ക് ഉച്ചയ്ക്ക് അന്നദാനത്തിൽ കാണാം. ഒന്നുകിൽ ഉച്ചയ്ക്ക്, ഇല്ലെങ്കിൽ വൈകുന്നേരം, രണ്ടിലേതെങ്കിലും ഒരു സമയത്ത് അന്നദാനത്തിൽ കാണാം. എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഉള്ളവരുണ്ടെങ്കിലും അഞ്ജലീസിൻ്റെ നമ്പറിലേക്ക് ഇട്ട് വെച്ചോളൂ, ഞാൻ വന്ന് നോക്കിക്കോളാം. ഓക്കെ, വളരെ അത്യാവശ്യമായിട്ട് പോകാനുണ്ട്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും വൈകുണ്ഠ ഏകാദശി ആശംസകൾ. ഇന്ന് ഭഗവാൻ സ്വർഗത്തിൽ നിന്ന് നമ്മളുടെ അടുത്തേക്ക് നേരിട്ട് വരുന്ന ദിവസമാണ്. നേരിട്ട് ഭഗവാൻ വരുന്ന ദിവസമാണ്, അനുഗ്രഹിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് ഏകാദശി ആരും വിട്ടുകളയരുത്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഹരേ കൃഷ്ണ. കാണാട്ടോ, അമ്മ പഠിപ്പിക്കുന്ന സിമ്പിളാണെന്ന്. താങ്ക് യു സോ മച്ച് കിച്ചൂട്ടൻ്റെ കാരുണ്യം.